നമ്മുടെ അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ, എനിക്ക് ഒരു ആൺകുഞ്ഞ് പിറന്നു. എൻ്റെ രണ്ടാമത്തെ മോന് ഉസ്താദ് ആണ് പേരിട്ടത്. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇതിനും ഉസ്താദ് തന്നെ ഒരു നെയിം നിർദ്ദേശിച്ചിരുന്നെങ്കിൽ. ഏതായാലും ആദ്യമായി നിങ്ങളുടെ ആ സന്തോഷത്തിൽ നമ്മളും പങ്കുചേരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് സിഹത്തും ആഫിയത്തും എപ്പോഴും അള്ളാഹുവിന്റെ കാവലും സിഹത്തോടു കൂടി ആഫിയത്തോടു കൂടി ഉള്ള അള്ളാഹുവിന്റെ കാവലിലായിക്കൊണ്ടുള്ള ദീർഘായുസ്സും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആ കുട്ടിയെ കൊണ്ട് അള്ളാഹു തആല മാതാപിതാക്കൾക്കും കുടുംബത്തിനും മുസ്ലിം ഉമ്മത്തിനും നഫ്അ ചെയ്യട്ടെ, ഉപകാരം ചെയ്യട്ടെ. ആ കുട്ടിയെ കൊണ്ട് അള്ളാഹു തആല ആ കുട്ടിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന് വലിയൊരു മുതൽക്കൂട്ടായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. പിന്നെ പേരൊക്കെ ഇൻഷാ അള്ളാഹ് നിങ്ങൾ പിന്നെ ആ പേരിടുന്ന വിഷയത്തിൽ വളരെ വലിയൊരു പങ്ക് നമ്മുടെ ആ കുട്ടിയെ പ്രസവിച്ച വേദന അനുഭവിച്ചിട്ട് പ്രസവിച്ച ഉമ്മ ഉണ്ടല്ലോ, അമ്മാക്ക് നൽകണം. ഉമ്മയുടെ അതിന്റെ മെയിൻ അല്ലേ? ഉപ്പുണ്ട്, അതിനേക്കാളൊക്കപ്പുറം ഉമ്മ ആണ് എന്റെ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചതിനെ നോക്കി വളർത്തുകയൊക്കെ ചെയ്യുന്ന അമ്മാക്ക് ആ പേരിടുന്ന വിഷയത്തിൽ വലിയ കാര്യമായ ഒരു റോള് ഉമ്മാക്ക് നൽകണം. ഉമ്മാന്റെ നിർദ്ദേശം ഒക്കെ തീർച്ചയായും അത് സ്വീകരിക്കണം. അതിന് പുറമെ അത് നമ്മളൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്യുക. ഞാൻ ഒരു പേരുണ്ട്, എന്താണ് അത് പാട് എന്നൊക്കെ പിന്നെ നമ്മളൊക്കെ അന്വേഷിക്കുകയോ ചെയ്യുക. അപ്പൊ പേരിടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ചെറിയ പേരാവാൻ വേണ്ടി ശ്രമിക്കുക. വലിയ കുറെ നീണ്ട പേരല്ലാതെ ചെറിയ പേരാവാൻ ശ്രമിക്കുക. അടിസ്ഥാനമുള്ള പേരാവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കേൾക്കാൻ ഭംഗിയുള്ള പേരാവുക. ഞാൻ ഇപ്പൊ അടുത്ത് അധികം കാലമൊന്നും ആയിട്ടില്ലെങ്കിലും വളരെ അടുത്തല്ല, ഒരിക്കൽ ഒരു സ്ഥലത്ത് പോയി. അവിടെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പേര് കുട്ടു എന്നാണ്. പഠിച്ചോ, ഞാനത് കേട്ട് കുറെ ചിരിച്ചിരിക്കണ്. 2ാം ക്ലാസ്സിൽ പഠിക്കണ ഇപ്പൊ ഒരു 8-10 കൊല്ലൊക്കെ ആയിട്ടോ. ആ കുട്ടിയുടെ പേര് കുട്ടൂന്നായി. അപ്പൊ ആ കുട്ടിയുടെ പേര് പാപ്പാടെ പേര് കുട്ടു എന്നാണ്. അപ്പൊ ആ പേര് കണ്ടു. ഇപ്പൊ ഈ കാലത്തൊക്കെ ചെയ്യും മഹാപാവല് അല്ലേ? ആ കുട്ടിയുടെ കൂടെയുള്ള മറ്റു ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ പേര് നല്ല നല്ല രസമുള്ള പേര്. അതിന്റെ ഇടയിൽ ഒരു കുട്ടുണ്ടാവുമ്പോ അപ്പൊ അതൊന്നും അങ്ങനെ ഒന്നും ആവരുത്. സംഗതി ചെറിയ പേരല്ലേ, 2 അക്ഷരമുള്ളൂ ആകെ. സംഗതി ആകെ 2 അക്ഷരമേ ഉള്ളൂ, പക്ഷെ അത് രസമില്ല. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേൾക്കാൻ ഭംഗി വേണം, അടിസ്ഥാനം വേണം. ഒരു അടിസ്ഥാനമുള്ള കേൾക്കാൻ ഭംഗിയുള്ള പേരാവുക. പിന്നെ നമ്മളെ മലയാളികളാണ് നമ്മള്. മലയാളത്തിലും ഇംഗ്ലീഷിലും അറബിലും ഒക്കെ എഴുതാൻ സാധിക്കുക, അങ്ങനത്തെ പേരാവുക. ഇതൊക്കെ ആവുമ്പോ മുഹമ്മദൊക്കെ ഇടം കേട്ടോ, അതല്ലാണത്. പിന്നെ വേറെ ചില അക്ഷരങ്ങളൊക്കെ പിന്നെ എഴുതുമ്പോ പിന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതാൻ സാധിച്ചോളുന്നില്ല. അപ്പൊ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം, നല്ലതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നല്ല രസമുള്ളൊരു പേര് ഇടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കുട്ടിയെ എപ്പോഴും അള്ളാഹുവിന്റെ ഹിഫ്ളിനെ കൊണ്ട് അള്ളാഹു ആ കുട്ടിയെ വളർത്തട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. പിന്നെ മറ്റൊരു സ്ത്രീകളുടെ വെള്ളപ്പോക്ക് നജസാണോ? അത് ഉണ്ടായാൽ വീണ്ടും വുളു എടുക്കണോ? അതാണ് ഒരു ചോദ്യം. സ്ത്രീകളുടെ വെള്ളപ്പോക്ക് എന്ന് പറഞ്ഞാൽ അസ്ഥിരുക്കം എന്ന് പറയും. അസ്ഥിരുക്കം അതുപോലെ തന്നെ വെള്ളപ്പോക്ക് എന്നൊക്കെ പറയും. അത് നജസാണ്. കാരണം അത് ഗുഹ്യസ്ഥാനത്തിന്റെ പുറം ഭാഗത്തുനിന്ന് വരുന്നതല്ല, അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അതിന് മൂത്രത്തിന്റെ ഒക്കെ വിധിയാണ് ഇതിനുള്ളത്. മൂത്രം നജസാണല്ലോ, അതുപോലെ അതും നജസാണ്. മൂത്രം പുറപ്പെട്ടാൽ ഒളു മുറിയില്ലേ, അതുപോലെ അത് പുറപ്പെട്ടാലും പിന്നെ ഒളു മുറിയും. പക്ഷെ അതേ സമയത്ത് കുടിക്കൊന്നും വേണ്ട. ഇന്ദ്രിയത്തിന്റെ മാതിരിയൊന്നല്ല. ഇന്ദ്രിയം നജസല്ല, ഇന്ദ്രിയം ത്വാഹിറാണ് അല്ലേ? പക്ഷെ ഇന്ദ്രിയം പുറപ്പെട്ടാൽ കുളിക്കണം, നജസല്ല. പക്ഷെ അതേ സമയത്ത് മൂത്രം നജസാണ്, ത്വാഹിറല്ല, നജസാണ്. അത് വസ്ത്രത്തിലൊക്കെ ആയാൽ കഴുകണം. അതായ വസ്ത്രവുമായി നിസ്കരിക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ പുറപ്പെട്ട ഒളു മുറിയും ചെയ്യും. അപ്പൊ ഈ വെള്ളപ്പോക്ക് അസ്ഥിരുക്കം എന്നൊക്കെ പറയുന്നത് യോനിയുടെ ഉൾഭാഗത്തു നിന്ന് വരുന്നതാണ്, പുറം ഭാഗത്തു നിന്ന് വരുന്നതല്ല, ഉൾഭാഗത്തു നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് അത് നജസാകുന്നു. അത് പുറപ്പെട്ടാൽ ഒളു മുറിയുകയും ചെയ്യും. അത് ആയ വസ്ത്രം ധരിച്ച് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവൂല. വസ്ത്രം മാത്രമല്ല, സ്ത്രീയുടെ ശരീരത്തിലൊക്കെ അതൊക്കെ കഴുകണേന്റെ അതൊക്കെ ആയി നമുക്ക്, എന്നാലും അതോടുകൂടി നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവൂല. അതിന് പുറത്തേക്ക് വന്നാലാണ് ഈ പറഞ്ഞു കേട്ടോ. ഉള്ളിൽ തന്നെ ആവുമ്പോ പിന്നെ അതൊന്നും കുഴപ്പമില്ല. പിന്നെ അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്.
ഉസ്താദെ, രണ്ടു കുട്ടികൾ ഒന്നിച്ചു മരിച്ചാൽ ആദ്യം കുളിപ്പിക്കേണ്ടത് ആരെ എന്ന് നോക്കേണ്ടതുണ്ടോ? ഈ ചോദ്യം വല്ലാത്തൊരു ചോദ്യമാണല്ലേ. രണ്ടു കുട്ടികളും ഒന്നിച്ചു മരിച്ചു നിൽക്കുക. ദീനിൽ ഇപ്പൊ ഒരു വിധി വേണല്ലോ അല്ലേ? അള്ളാഹു തആലാന്റെ ദീനാണല്ലോ. ഓരോ വിഷയത്തിനും അതിൻ്റെതായ വിധി ഉണ്ടാവുമല്ലോ ഈ ദീനിൽ. ഈ ചോദ്യത്തിന് ഞാൻ മറുപടി പെട്ടെന്ന് എനിക്ക് മറുപടി കിട്ടിയിരുന്നില്ല. അപ്പൊ ഞാനതിങ്ങനെ ഒരാൾ രണ്ടു കുട്ടികൾ മരിച്ചു, ഏത് കുട്ടിയെ ആദ്യം കുളിപ്പിക്കണം എന്നുള്ള വിഷയത്തിൽ ദീനിന് പ്രത്യേകമായ വല്ല നിർദ്ദേശം ഉണ്ടോ? പക്ഷെ ഉണ്ട്, അൽഹംദുലില്ലാഹ്. കിതാബുകൾ അവർക്ക് അത് വളരെ സവിസ്തരമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോ കാണാം ലോ മാത്ത അകാരിബുഹു, കുളിപ്പിക്കുകയും മറ്റൊക്കെ ചെയ്യുന്ന ഭാഗത്ത് പറയുന്നത് കാണാം. ഷറഫുൽ ബഹ്ജയിൽ പറയുന്നത് കാണാം. ലോ മാത്ത അകാരിബുഹു ദുഫ്അതൻ, ഒരാളുടെ അടുത്ത കുടുംബക്കാർ ഒന്നിച്ചാണ് മരിച്ചു. ഒരേ സമയത്ത് കുറെ ആൾക്കാർ ഒന്നിച്ചാണ് മരിച്ചു നിൽക്കുക. എന്നാൽ കഫൻ ചെയ്യുന്ന വിഷയത്തിലും അല്ലാത്ത വിഷയത്തിലും മുന്തിക്കപ്പെടണം. മൻ യുസ്രിഉ ഫസാദുഹു, ആരാണ് ആദ്യം നാശാവുക ആ ആളെയാണ് മുന്തിക്കേണ്ടത്. ഒന്നിച്ച് കുറെ ആൾക്കാർ മരിച്ചാലേ, അടുത്ത കുടുംബത്തിൽ നിന്ന് ഒന്നിച്ച് കുറെ ആൾക്കാർ മരിച്ചാൽ ആദ്യം കുളിപ്പിക്കേണ്ടത്, ആദ്യം കഫൻ ചെയ്യേണ്ടത് ആരെയാണ്? ആദ്യം മറവ് ചെയ്യേണ്ടത് ആരെയാണ്? അത് ആരാണ് ആദ്യം നാശാവുക അയാളെയാണ് കുളിപ്പിക്കേണ്ടത്. അങ്ങനെ ആരാ ആദ്യം നാശാവുക എന്ന് എങ്ങനെ അറിയുന്നത്? കുറെ മയ്യത്തുകളുണ്ട്. ആ മയ്യത്തിന് ഒന്നിനൊരു നാറ്റം അങ്ങനെ സംഭവിക്കുന്നുണ്ട്, ഒരു വാസനൊക്കെ അങ്ങനെ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ആള് ആണെങ്കിൽ അതിന് വേഗം മറവ് ചെയ്യാം. അതുപോലെ തന്നെ ചില ശരീരപ്രകൃതി ഉണ്ടാവും ചിലപ്പോ അങ്ങനെ വേഗം നാശാകണത്. അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ ആളെയാണ് ആദ്യം മറവ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ കേൾക്കണ്ടല്ലോ സഹോദരന്മാരെ? അബ്ദുള്ള സാഹിബ് പറഞ്ഞ കേൾക്കണ്ടല്ലോ അല്ലേ? ഇടയ്ക്ക് ഒരു അടയാളം കണ്ട ഉണ്ട്. അപ്പോ ആദ്യം ഫസാദുഹു, അതാണ് ആദ്യം ആരാണ് നാശാകുക ആ ആളെയാണ് ആദ്യം മറവ് ചെയ്യേണ്ടത്. ഇനി ആ വിഷയത്തിൽ ആരാണ് ആദ്യം നാശാകുക എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും സമമാണ് നിൽക്കുക. എന്നാൽ ഖുദ്യമൽ അബു, അവിടെ വാപ്പ ആ മരിച്ച കുട്ടിലുണ്ടെങ്കിൽ ആ വാപ്പാനാണ് ആദ്യം മറവ് ചെയ്യേണ്ടത്, കഫൻ ചെയ്യേണ്ടത്, കുളിപ്പിക്കേണ്ടത്. ഒന്നിച്ച് കുറെ ആൾക്കാർ മരിച്ചു, ആദ്യം ആരാണ് നാശാകുക എന്ന് പറയാൻ വയ്യ, എല്ലാവരും ആ വിഷയത്തിൽ സമമാണ് എങ്കിൽ അപ്പൊ ആ മരിച്ച കൂട്ടത്തിൽ വാപ്പുണ്ടെങ്കിൽ വാപ്പാനെയാണ് ആദ്യം കുളിപ്പിക്കുകയും മറവ് ചെയ്യുകയും കഫൻ ചെയ്യുകയും മറവൊക്കെ ചെയ്യേണ്ടത്. സുമ്മൽ അഖറബു, സുമ്മൽ ഉമ്മു, പിന്നെ ഉമ്മാന്. വാപ്പാനെ കഴിഞ്ഞാൽ പിന്നെ ഉമ്മാന്. സുമ്മൽ അഖറബു ഫൽ അഖറബു, പിന്നെ ഏറ്റവും അടുത്ത കുടുംബക്കാരാര്, പിന്നെ അതിന്റെ അടുത്ത കുടുംബക്കാരാര്, അങ്ങനെയാണ് നോക്കേണ്ടത്. ഇനി വയുഖദ്ദമു മിനൽ ഇസ്നൈനി വൽ ഇബ്നൈനി, രണ്ട് മക്കൾ ഒന്നിച്ച് മരിച്ചു നിൽക്കുക. എന്നാൽ വൽ അഖവൈനി, അല്ലെങ്കിൽ രണ്ട് സഹോദരന്മാർ ഒന്നിച്ച് മരിച്ചു. എന്നാൽ അസന്നുകുമാ, അവർ രണ്ടുപേരിലും ഏറ്റവും ആയ ആളാരാണോ അവരെയാണ് ആദ്യം മുന്തിക്കേണ്ടത്. പിന്നെ ഇനിസ്തവയ്യ, ഇനി വയസ്സ് രണ്ടും സമാൻ നിൽക്കുക. അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ എത്ര കുട്ടികളാണ്, രണ്ടാളും ഒന്നിച്ച് പ്രസവിച്ചാൽ നിൽക്കുക. എന്നാൽ അവർ രണ്ടുപേരുടെ ഇടയിൽ നറുക്കിടപ്പെടണം. പടച്ചോൻ അല്ലാഹു തആലാന്റെ ദീനിന്റെ വിശാലതല്ലേ, എന്തിനും വ്യക്തമായ മറുപടിയാണല്ലോ. അതങ്ങനെ തോന്നുന്നു ഇങ്ങനെ തോന്നുന്നു എന്ന് പറയേണ്ട ഒരു ആവശ്യത്തിൽ ഒരു വിഷയത്തിലും ഇല്ല. കുറെ ആളുകൾ ഒന്നിച്ച് മരിച്ചപ്പോൾ ആരെ മറവ് ചെയ്യണം, ആദ്യം ആരെ കുളിപ്പിക്കണം, ആരെ കഫൻ ചെയ്യണം, ആരെ മറവ് ചെയ്യണം, ആരാണോ വേഗം നാശാവാൻ സാധ്യതയുള്ളത് ആ ആളെയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇന്നാള് ആദ്യം നാശാവാൻ സാധ്യത ഉണ്ട് എന്ന് പറയാൻ വയ്യാ നിൽക്കുക. എന്നാൽ ആ കൂടുതൽ വാപ്പാനെയാണ് മുന്തിക്കേണ്ടത്. വാപ്പാനെ കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മാനെയാണ്. ഉമ്മാനെയും കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും അടുത്ത കുടുംബക്കാരോ അവര്, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത കുടുംബക്കാര്. ഉദാഹരണം പറയുകയാണെങ്കിൽ എളാപ്പാന്റെ മകനുണ്ട്, അപ്പൊ ആദ്യം എളാപ്പാനെ പിന്നെ മകനെ. അപ്പൊ ആ രീതിയില്. ഇനി രണ്ട് സഹോദരന്മാരാണ്, ജ്യേഷ്ഠാഞ്ചന്മാരാണ്. എന്നാൽ ആർക്കാണ് വയസ്സ് കൂടുതൽ അവരെ രണ്ടാൾക്കും പിന്നെ ഒരേ വയസ്സാണ്, നേരത്തെ പറ്റതാ, രണ്ടാളെയും ഒരേ വയസ്സാണ്. എന്നാൽ അത് രണ്ടുപേരുടെ ഇടയിൽ നറുക്കിടപ്പെടണം. നറുക്കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കുളിപ്പിക്കുകയും പിന്നെ കഫൻ ചെയ്യുകയും മറവ് ചെയ്യുക വേണം. ഇനി അതുപോലെ തന്നെയാണ് പിന്നെ മക്കള് എന്റെ ഇടയിലും അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ ഒരാൾക്ക് രണ്ട് ഭാര്യമാർ ഒന്നിച്ചാൽ മറ്റത്. എന്നാൽ ആരെ ആദ്യം കുളിപ്പിക്കണം, ആ കഫൻ ചെയ്യണം, അതും തന്നെ നറുക്കിടണം എന്ന്. ഒരാൾക്ക് വയസ്സ് കൂടുതലുണ്ട് നിൽക്കുക, എന്നാൽ ആ വയസ്സിനെ മുന്തിക്കേണ്ടതുണ്ട്. ഇതല്ല വയസ്സൊക്കെ ഒപ്പാണ് നിൽക്കുന്നാല്. അപ്പൊ ആ രീതിയിലാണ്. ഷറഹുൽ ബഹ്ജ.
ഉസ്താദെ ഖുർആൻ ഓതുന്നവർക്ക് സലാം ചൊല്ലാമോ? ഖുർആൻ ഓതുന്നവർക്ക് സലാം ഇന്നലത്തെ ആ ചോദ്യം ഇതേ ചോദ്യമല്ല, വേറെ അതിനോടനുബന്ധിച്ച ചോദ്യം ഉണ്ടായിരുന്നു. ഏതായാലും ഖുർആൻ ഓതുന്നവർക്ക് സലാം ചൊല്ലൽ സുന്നത്താണെന്ന അതാണ് ഇത്. ഖുർആൻ ഓതുന്നവർക്ക്, ഭക്ഷണം കഴിക്കുന്നവർക്ക് അതല്ല. ഭക്ഷണം കഴിക്കുന്നവർക്ക് പിന്നെ സലാം ചൊല്ലൽ സുന്നത്തില്ല. ഇപ്പോ ആ വായല് ഭക്ഷണം ഉണ്ടെങ്കിൽ, വായല് ഭക്ഷണം ഇല്ല നിൽക്കുക, ഭക്ഷണം വായല് കിടുന്നതിന് മുമ്പാണ്, അല്ലെങ്കിൽ ഈ ചവച്ചരച്ച് തീറ്റൊക്കെ കഴിഞ്ഞ ശേഷമാണ് എന്നാ സലാം ചൊല്ലല് പിന്നെ സുന്നത്ത് തന്നെയാണ്. ഇതല്ല, വായയിൽ ഭക്ഷണം ഉണ്ടായിരിക്കെ പിന്നെ സലാം ചൊല്ലൽ സുന്നത്തില്ല. അപ്പൊ സലാം ചൊല്ലൽ സലാം മടക്കൽ നിർബന്ധവും ഇല്ല എന്നാണ്. ഇവിടെ ഖുർആൻ ഓതുന്ന ആൾക്ക് കാല ഷെയ്ഖ് അബു മുഹമ്മദ്, ഷെയ്ഖ് അബു മുഹമ്മദ് പറഞ്ഞു, വൽ മുത്തവല്ലി ഇമാമും പറഞ്ഞു, ലാ യുസല്ലമു അലാ മുസ്തഖിലിൻ ബിൽ അക്ലി, ഭക്ഷണം കൊണ്ട് ജോലിയായ ആൾക്ക് സലാം ചെല്ലപ്പെടുകയില്ല. ആൾക്ക് സലാം ചെല്ലൽ സുന്നത്തില്ല എന്നർത്ഥം. ഭക്ഷണം വറഅൽ ഇമാമു ഹംല ദാലിക അലാ മാ ഇദാ കാനത്തിൽ ലുഖ്മതു ഫീ ഫമിഹി, ഇത് പിന്നെ അവന്റെ വായല് ഭക്ഷണത്തിന്റെ ഉരുള ഉണ്ടെങ്കിലാണ്, ഭക്ഷണം ഉണ്ടെങ്കിലാണ് ഈ സലാം ചെല്ലൽ സുന്നത്തില്ല എന്ന് പറഞ്ഞത്. അമ്മാ ഇദാ സലിമ, പിന്നെ ഇദാ സുല്ലിമ ബഅദൽ ഇബ്തിലാഇ വഖബല വദഇ ലുഖ്മത്തിൻ ഉഖറ ഫലാ യതവജ്ജഹുൽ മൻഉ. അതാ, ഇനി അവന് സലാം ചെല്ലപ്പെട്ടു എപ്പോ? ഒന്നുകിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഭക്ഷണം ഇറക്കി കഴിഞ്ഞ ശേഷം, എന്നാൽ അത് പിന്നെ തടസ്സമില്ല, അത് അപ്പൊ സലാം ചെല്ലൽ സുന്നത്ത് തന്നെയാണ്. അമ്മൽ മുസല്ലി, അപ്പൊ നിസ്കരിക്കുന്ന ആൾക്ക് സലാം ചെല്ലലോ? ഫഅത്ലഖൽ ഗസ്സാലിയു അന്നഹു ലാ യുസല്ലമു അലൈഹി, നിസ്കരിക്കുന്ന ആൾക്ക് സലാം ചെല്ലൽ സുന്നത്തില്ല. ഹത്താ യഫ്റഅ, നിസ്കാരത്തിന് അവൻ ഒഴിവാകുന്നവരെ സലാം ചെല്ലൽ സുന്നത്തില്ല. വയജൂസു അൻ യുജീബ ഫിസ്സലാത്തി ബിൽ ഇശാറത്തി, ഇനി അഥവാ നിസ്കരിക്കുന്ന ഒരാൾക്ക് സലാം ചെല്ലി നിൽക്കുക, എന്നാൽ ആ നിസ്കരിക്കുന്ന ആൾക്ക് സലാം അടക്കാൻ പറ്റുമോ? വഅലൈക്കും സലാം എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. എന്താ? വഅലൈക്കും, നിങ്ങളുടെ മേൽ നിങ്ങൾക്കും അള്ളാഹിന്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ എന്നാണ് അല്ലേ? അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന അർത്ഥം നിങ്ങളുടെ മേൽ അള്ളാഹിന്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഇങ്ങോട്ട് വഅലൈക്കും സലാം ആണല്ലോ, നിങ്ങളുടെയും മേൽ അള്ളാഹിന്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ. അപ്പൊ അത് നിസ്കരിക്കുന്ന സമയത്ത് മറ്റൊരാളോട് അഭിമുഖമായി സംസാരമായി, അത് നിസ്കരിക്കുമ്പോൾ വേറെ ആളോട് സംസാരിക്കാൻ പാടില്ലല്ലോ. അപ്പൊ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് മടക്കിയാൽ നിസ്കാരം ബാത്തിലാകും. നേരെ മറ്റ് എന്ത് വഅലൈഹിസ്സലാം എന്നൊക്കെ പറയാം, അദ്ദേഹത്തിന് അള്ളാഹിന്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ എന്ന്. അപ്പൊ അതെന്തല്ല, അപ്പൊ അത് ഒരാളോട് സംസാരിക്കുന്ന പോലെ അല്ലല്ലോ. നിനക്ക് അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അത് ഒരാളോട് സംസാരിക്കുന്നത് പോലെ. എന്നാൽ അത് അദ്ദേഹത്തിന് അള്ളാഹിന്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ പറഞ്ഞാൽ അത് സംസാരമല്ല, അത് അയാൾക്ക് വേണ്ടി ദുആയാണ്. അപ്പൊ അത് പറ്റും. എങ്ങനെ? വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞിട്ട് അഭിമുഖമായി ഉള്ള സലാം മടക്കൽ അത് പാടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാകും. നേരെ മറിച്ച് വഅലൈഹിസ്സലാം, അദ്ദേഹത്തിന് അള്ളാഹിന്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ എന്ന രീതിയിലാകുമ്പോൾ അത് ദുആന്റെ ഗണത്തിലാണ് ഉൾപ്പെടുക. അപ്പൊ നിസ്കാരം ബാത്തിലാവുകയും ചെയ്യൂല. ഏതായാലും നിസ്കരിക്കുന്ന ആൾക്കൊരാൾ സലാം ചെല്ലൽ സുന്നത്തില്ല, ഇനി സലാം ചെല്ലി നിൽക്കുക, എന്നാൽ അയാൾക്ക് ഇശാറത്ത് ചെയ്തുകൊണ്ട് മടക്കൽ ജായിസാണ്. അങ്ങനെ നാവുകൊണ്ട് പറയാതെ ഒന്ന് ആംഗ്യം കാണിക്ക, കൈകൊണ്ടോ ഒന്ന് ആംഗ്യം കാണിക്ക, അജി സലാം ചെല്ലുന്ന ഞാൻ കേട്ടിക്കണ് എന്നറിയിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ആംഗ്യം കാണിച്ചു നിൽക്കുക, അത് ജായിസാണ്. യജൂസു എന്നാണ്. ഇപ്പൊ യജൂസു അൻ യുജീബ ഫി സ്വലാത്തി ബിൽ ഇശാറത്തി, ആംഗ്യം കാണിച്ചുകൊണ്ട് നിസ്കാരത്തിൽ സലാം മടക്കൽ ജായിസാവുന്നതാണ്. നസ്സ അലൈഹി ഷാഫി മുഹമ്മദ് നസ്സാക്കി പറഞ്ഞിട്ടുണ്ട് ഖദീമി. വസ്സഹീഹു അന്നഹു ലാ യജിബു റദ്ദു, നിസ്കരിക്കുന്ന ആൾക്ക് സലാം ചെല്ലി നിൽക്കുക, സലാം ചെല്ലൽ സുന്നത്തില്ലല്ലോ, മടക്കൽ നിർബന്ധവും ഇല്ല. ഫഇൻ ഖാല ഫി സ്വലാത്തി അലൈക്കും അസ്സലാം, നിസ്കാരത്തിന്റെ ഇടയിൽ ഒരാൾ എന്ത് പറഞ്ഞു? സലാം ചെല്ലിയപ്പോ വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു, എന്നാൽ നിസ്കാരം ബാത്തിലായി. എന്താ കാരണം? അത് അഭിമുഖമായി പറയുന്നതാണല്ലോ. വഇൻ ഖാല അലൈഹിമുസ്സലാം എന്ന് പറഞ്ഞു നിൽക്കുക, അലൈക്കും എന്നല്ല, അലൈഹിം, അലൈഹി എന്നൊക്കെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് അള്ളാഹിന്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് മടക്കുന്നത് എങ്കിൽ ലം തബ്തുൽ, നിസ്കാരം ബാത്തിലാവുകയും ഇല്ല. ഇറങ്ങറായി നിസ്കരിക്കുമ്പോ സലാം ചെല്ലണം എന്തിനാണല്ലോ, ഒരാൾ ചെല്ലി നിൽക്കുക, അപ്പൊ നിൽക്കുമ്പോ വേണ്ടേ? എന്തിനാ പത്ര നിസ്കരിക്കുന്ന ആൾക്കാർ ഇറങ്ങറായി ചെല്ലുന്നതല്ല, ഒരാൾ ചെല്ലി എന്നാൽ അതിന്റെ ഹുക്കുമുണ്ട്. അയാൾക്ക് മടക്ക നിർബന്ധമുണ്ടോ? മടക്ക് കാണുന്നത് ഏത് രീതിയിലാണ്? ഓരോ വിഷയത്തിനും ഇസ്ലാമല്ലേ, അള്ളാഹിന്റെ ദീനല്ലേ, വ്യക്തമായ മറുപടി വേണ്ടേ? അപ്പൊ അതാണ്.
പിന്നെ വഅമ്മൽ മുസ്തഖിലു, അതാ നമ്മൾ ചോദ്യപ്പോ ഇവിടെയുള്ളത്, അതായത് ഖുർആൻ ഓതുന്ന ആളോട് സലാം ചെയ്യുന്നതിനെ കുറിച്ചാണ് ചോദ്യം. വഅമ്മൽ മുസ്തഖിലു ബിഖിറാഅത്തിൽ ഖുർആനി, അപ്പോൾ ഖുർആൻ ഓതുന്നത് കൊണ്ട് ജോലിയാകുന്ന ആള് ഫല്ലാഹിറു, അവിടെ ലാഹിറായ അഭിപ്രായം അന്നഹു ലാ യുസല്ലമു അലൈഹി, അവന്റെ മേൽ സലാം ചെല്ലപ്പെടുകയില്ല, സലാം ചെല്ലൽ സുന്നത്തില്ല. അല്ല, അന്നഹു ലാ യുസല്ലമു എന്നല്ല, അന്നഹു യുസല്ലമു അലൈഹി, അവന് സലാം ചെല്ലൽ സുന്നത്താണ് എന്നാ. അപ്പൊ യജിബു റദ്ദു ബിൽ ലഫ്ലി, ലഫ്ല് കൊണ്ട് തന്നെ മടക്കൽ നിർബന്ധമാണ്. ഇതാണ് ലാഹിറായ അഭിപ്രായം. വേറെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് സലാം ചെല്ലൽ സുന്നത്തുണ്ട്. കാരണം അതുകൊണ്ട് ഇപ്പൊ അത്ര വലിയ വിഷയമൊന്നുമില്ലല്ലോ. എന്താ അപ്പൊ അന്ന് സലാം മടക്കണം. അയാൾക്ക് സലാം ചെല്ലൽ സുന്നത്തുണ്ട്, മടക്കൽ നിർബന്ധമാണ് എന്നാ. പിന്നെ ഇത് റൗള, ഇമാം നബി തങ്ങളുടെ റൗളയിലത്തെ ഇബാറത്താണ് ഞാൻ വായിച്ചത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഒരാൾ സ്വന്തം ഭാര്യയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് മനി പുറപ്പെട്ടു, എന്നാൽ അയാൾക്ക് കുളി നിർബന്ധമാണോ പടച്ചോൻ? സ്വന്തം ഭാര്യയുമായി ഇതിനു മുമ്പ് 1-2 വർഷമൊക്കെ ചില ആളുകൾ ചോദിച്ചിരുന്നത്. ഒരാൾ ചോദിച്ചിരുന്ന ആള്, ഭാര്യയുമായി ടെലിഫോണിൽ, ഗൾഫിലുള്ള ഒരാളാണ്, നാട്ടില് ഭാര്യയുമായി ടെലിഫോണിൽ കൂടെ സംസാരിക്കുന്ന സമയത്ത് അതൊക്കെ സംസാരിച്ചേ, അങ്ങനെ സംസാരിച്ചപ്പോ സ്ഖലനമുണ്ടായി, അപ്പൊ കുളിക്കണോന്ന് ഒരു ചോദ്യം വന്നിരുന്നു. അതുപോലത്തെ ചോദ്യമാണ് ഇപ്പൊ ഇത്. ഭാര്യയുമായി സംസാരിച്ചു, ഭാര്യയുമായി അങ്ങനെയൊക്കെ സംസാരിക്കാലോ, ഭാര്യമാരുമായി അങ്ങനെയൊക്കെ സംസാരിക്കാം, രസകരമായ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പൊ ആ സംസാരിക്കുന്നതിന്റെ ഇടയിൽ എന്ത് ചെയ്ത്, ആ സംസാരത്തിന്റെ ഭാഗമായി അവന് സ്ഖലനമുണ്ടായി. എന്നാൽ കുളി നിർബന്ധമുണ്ടോ? കുളി നിർബന്ധം ഉണ്ട്. ഇന്ദ്രിയം എങ്ങനെ പുറപ്പെട്ടാലും ശരി കുളി നിർബന്ധമാണ്. ഉസ്താദ്, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ശുക്ലം പുറത്തേക്ക് കളയുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണ്? പ്രിയപ്പെട്ട സഹോദരിമാര്, നമുക്ക് ഇങ്ങനത്തെ ഈ ചോദ്യങ്ങൾ ഇതൊക്കെ ചോദിക്കൽ അനിവാര്യമായ ചോദ്യമാണ്. ചോദിച്ചാൽ മറുപടി പറയുന്നത് നമുക്ക് നിർബന്ധമാണല്ലോ. അപ്പോ നിങ്ങൾ വേറൊന്നും മനസ്സിലാക്കരുത്, ഇത് മസാല പഠിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്. ആ ചോദ്യകർത്താവിന് മാത്രമല്ല, മറ്റുള്ളവർക്കും കൂടി മസാല പഠിക്കാൻ വേണ്ടി നമ്മൾ പറയുകയാണ്. അപ്പൊ ചില വിഷയങ്ങൾ ഒന്ന് വ്യക്തമായി തന്നെ പറയേണ്ടി വരും. അപ്പൊ അത് നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കണം. ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ ഇന്ദ്രിയം പുറത്തേക്ക് കളയുന്നതിന്റെ വിധി എന്താണ്? അനുവദനീയമാണ്, ജായിസാണ്, അത് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിനു മുമ്പ് ചോദ്യത്തിന് മറുപടിയിട്ട് പറഞ്ഞിരുന്നു. പിന്നെ ഗർഭം നിർത്തുന്നതിനെ കുറിച്ച്, ഗർഭം നിർത്തൽ ഹറാമാണെന്ന് പറഞ്ഞു. ഒരു സ്ത്രീ അവൾക്ക് പ്രസവിക്കാനുള്ള കഴിവ് ഉണ്ടല്ലോ, ആ കഴിവ് ഇല്ലാതെയാക്കുക, അത് ഹറാമാകുന്നു. അത് എങ്ങനെയാലും ഹറാമാണ്. പ്രസവിക്കുന്നത് മൂലം, പ്രസവിച്ചാൽ ഓള് മരിക്കുന്ന ഡോക്ടർ പറഞ്ഞത്. പ്രസവിച്ചാൽ ഓള് മരിക്കുന്ന പറഞ്ഞത്. എന്നാലും നിർത്താൻ പാടില്ല. അപ്പൊ പ്രസവിക്കാണ്ടെന്ന് നോക്കാനേ പറ്റുള്ളൂ. പ്രസവിക്കണ്ടെന്ന് എങ്ങനെ സ്ത്രീ എങ്ങനെ തീരുമാനിക്കുക? അത് പല നിലക്ക് പ്രസവിക്കാണ്ടെന്ന് തീരുമാനിക്കാലോ. ഒന്നുകിൽ പ്രസവിക്കാനുള്ള കാരണമാണ് പിന്നെ സംയോഗം, അത് വേണ്ട നോക്കണം അല്ലേ? അതല്ലെങ്കിലോ, അല്ലെങ്കിൽ അത് ചെയ്യാം, പക്ഷെ അതേ സമയത്ത് കൃത്രിമമായി താൽക്കാലികമായി പ്രസവം നിർത്താനുള്ള പല മാർഗമുണ്ട്. ഇന്ദ്രിയം ഗർഭപാത്രത്തിലേക്ക് കടക്കുന്നത് തടയുന്ന രീതിയിൽ ഇപ്പോ അതിന് പിന്നെ അവിടെ തടസ്സം, അതിനൊക്കെ മാർഗങ്ങളുണ്ട്. അത് ചെയ്യാം, അതുകൊണ്ട് വിരോധമില്ലാതെ അനുവദനീയമാണ്. പിന്നെ അത് അടക്കുക, ആ ദ്വാരം അടക്കുക, ആവശ്യമുള്ള സമയത്ത് അത് ആ അടച്ചത് നീക്കം ചെയ്യുകയും ചെയ്യാം. അപ്പൊ സ്ത്രീക്ക് പ്രസവിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ താൽക്കാലികമായി പ്രസവിക്കാതിരിക്കാനുള്ള മാർഗം സ്വീകരിക്കുക, അതല്ലെങ്കിൽ ഉറ ഉപയോഗിക്കുക പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക, അതൊക്കെ അനുവദനീയമാണ്. അതാ ഖുർആൻ യൻസിലു, ബഹുമാനപ്പെട്ട സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്തിരുന്നു? ഞങ്ങൾ ഈ പറഞ്ഞ മാതിരി അതിന്റെ പച്ചലയുടെ അർത്ഥം വെക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന കാലം, എനിക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹയാത്ത് കാലം എന്നറിയാം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹയാത്ത് കാലത്ത് ഞങ്ങൾ എന്ത് ചെയ്തിരുന്നു? ഞങ്ങൾ ഊരിയിരുന്നു, എന്നിട്ട് ശുക്രം പുറത്തേക്ക് കളഞ്ഞിരുന്നു. എന്തിനാണ് സഹാബത്ത് പറഞ്ഞത്? അത് തെറ്റാണെങ്കിൽ ഖുർആൻ അള്ളാഹു തആല പിന്നീട് ആയത്തിറക്കും, അത് ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷെ ഖുർആനിൽ അത് ചെയ്യാൻ പാടില്ല ആയത്ത് ഇറങ്ങില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അത് പറ്റും എന്നാണ്. അപ്പോ സംയോഗം ചെയ്യുന്ന സമയത്ത് അത് പുറത്തേക്ക് കളയുക, അത് വിരോധമില്ല. അതല്ലെങ്കിൽ പിന്നെ താൽക്കാലികമായി ഗർഭം ധരിക്കാതിരുന്ന മാർഗങ്ങൾ സ്വീകരിക്കുക, അതുകൊണ്ട് വിരോധമില്ല. ഗർഭം പാടെ നിർത്തൽ ചെയ്യുക, അത് ഹറാമാകുന്നു.
അത് അവൾക്ക് പ്രസവിച്ചാൽ അവൾക്ക് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും, എന്നാലും പറ്റില്ല. അപ്പൊ പ്രസവിക്കാതിരിക്കാനുള്ള മാർഗം ചെയ്യാണ് വേണ്ടത്, ഗർഭം നിർത്തിയല്ല വേണ്ടത്. പിന്നെ അതേ സമയത്ത് ഒരു ഡോക്ടർ പറഞ്ഞു നിൽക്കുക, ഇവളുടെ ഗർഭപാത്രം എടുത്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ അവൾക്ക് അങ്ങനത്തെ രോഗം ഉണ്ടാവും, അങ്ങനത്തെ രോഗം ഉണ്ടാവും. നീതിമാനായ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ആ ഗർഭപാത്രം എടുത്ത് കളയാം. അല്ലെങ്കിൽ ഗർഭം ധരിക്കാനുള്ള ഒരു ഞരമ്പോ എന്തെങ്കിലും ഒരു അവയവം ഉണ്ട്, എന്തൊരു സാധനം ഉണ്ട്, അത് അതിന് പിന്നെ അങ്ങനത്തെ തകരാറുണ്ട്, ഇങ്ങനത്തെ തകരാറുണ്ട്, അത് നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ അവൾക്ക് മാരകമായ രോഗം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അത് നീക്കം ചെയ്യാം, അതൊക്കെ പറ്റും. അതല്ലാതെ പ്രസവം പാടെ നൃത്തം ചെയ്യാന്നുള്ള നിലക്കല്ല അത്. അവരുടെ ഗർഭപാത്രം നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് മാരകമായ രോഗം ഉണ്ടാകുമെന്ന് നീതിമാനായ ഡോക്ടർ പറയുന്നു. അപ്പോൾ ഗർഭപാത്രം എടുത്ത് കളയാം. അതല്ലെങ്കിൽ വേറെ ഒരു ഞരമ്പെന്ന് കട്ട് ചെയ്യേണ്ടത് ഉണ്ട്, ആ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഗർഭം ധരിക്കാൻ സാധിക്കൂല. അത് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവൾക്ക് മാരകമായ രോഗം ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കട്ട് ചെയ്യാൻ വിരോധമില്ല. ഇവൾ പ്രസവിച്ചാൽ അവൾക്ക് മാരകമായ രോഗം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ പ്രസവം നിർത്താൻ പാടില്ല. പിന്നെന്താ ചെയ്യാൻ പറ്റുള്ളൂ? പ്രസവിക്കാതിരിക്കാനുള്ള മാർഗം സ്വീകരിക്കുക, അതേ പറ്റുള്ളൂ. മനസ്സിലായല്ലേ? ഏത് ഗർഭത്തിലുള്ള കുട്ടിയോ? അത് പറ്റൂല. അതിനു മുമ്പ് ചോദ്യം വന്ന നമുക്ക് ഏത് പിന്നെ ഗർഭത്തിലുള്ള കുട്ടിയാന്ന് വെക്കുക, ആ കുട്ടിയെ കളയുന്നത് പല ഇതുണ്ട്. 4 മാസം 120 ദിവസം പൂർത്തിയായാൽ ആ കുട്ടിക്ക് ജീവൻ ഉണ്ടാവും. 120 ദിവസം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ജീവൻ, ആ കുട്ടി നശിപ്പിക്കാൻ പാടില്ല. അത് നശിപ്പിക്കുന്നത് ഒരു ശരീരത്തെ നശിപ്പിക്കുന്നതിന്റെ അതേ കുറ്റമാണ്. സാധാരണ മനുഷ്യനായിട്ട് കുറ്റി കൊല്ലാൻ നിൽക്കുക, അതേ കുറ്റാണ് 120 ദിവസം ആയതിനു ശേഷമുള്ള ഗർഭത്തിലുള്ള കുട്ടിയെ കൊല്ലുക എന്നുള്ളത്. കാരണം ആ കുട്ടിക്ക് ജീവനുണ്ട്. ഈ സാധാരണ ഇവിടെ നടക്കുന്ന ആൾക്ക് ജീവനുള്ളത് പോലെ ആ കുട്ടിക്കും ജീവനുണ്ട്. ഈ ആള് വേദനിക്കുന്നത് പോലെ ആ കുട്ടിക്കും വേദന ഉണ്ട്. പക്ഷെ ആ കുട്ടികൾ ധാരാളം എനിക്ക് വേദനയ്ക്കുണ്ടെന്ന് പറയാൻ വയ്യ. ഇവിടെ ഹയാത്തുള്ള ആൾക്കാർ, ഭൂമിയുടെ പുറത്തുള്ള ആളുകൾക്ക് അതിന് സാധിക്കും. ആ കുട്ടിക്ക് പറയാൻ വയ്യ. അപ്പൊ വലിയ കുറ്റാണ്. അപ്പോ അതൊരിക്കലും പാടില്ല. 120 ദിവസം ആയ ശേഷം ആ കുട്ടിയെ നശിപ്പിക്കാൻ ഒരിക്കലും പാടില്ല. 120 ദിവസത്തിന് മുമ്പോ, അതായത് ആ കുട്ടിക്ക് റൂഹ് ഊതുന്നതിന് മുമ്പാണെങ്കിൽ ആ കുട്ടിയെ പ്രസവിക്കുന്നത് മൂലം ഉമ്മാക്ക് മാരകമായ അപകടം സംഭവിക്കും എന്ന് നീതിമാന ഡോക്ടർ പറഞ്ഞാൽ പിന്നെന്ത് ചെയ്യുക? ആ കുട്ടിയെ നശിപ്പിക്കാം. കാരണം ആ കുട്ടിക്ക് ജീവൻ ഇല്ലല്ലോ. കുട്ടിക്ക് റൂഹ് ഊതിയതിനു ശേഷം ഉമ്മാക്ക് അപകടം ഉണ്ടായെന്ന് പറഞ്ഞാലും നശിപ്പിക്കാൻ പാടില്ല എന്നാണ്. കാരണം എന്താണ്? അപ്പോ ഉമ്മ എന്ന് പറയുന്ന ജീവനെ രക്ഷിക്കാൻ വേണ്ടി വേറെ ജീവനെ നശിപ്പിക്കാണല്ലോ, അത് പറ്റില്ല. മറ്റേതല്ല, 120 ദിവസം ആകുന്നതിന് മുമ്പാണെങ്കിൽ ഈ കുട്ടിക്ക് ജീവൻ വെച്ചിട്ടില്ല. അപ്പൊ അതിന്റെ മുമ്പാണെങ്കിൽ ഉമ്മാന്റെ ജീവൻ അപകടത്തിലാവുന്ന പിന്നെ പേടിയുണ്ടെങ്കിൽ മാത്രം ചെയ്യാവുന്നതാണ്. അല്ലാതെ വെറുതെ ഒരിക്കലും പറ്റൂല, ഹറാമാണ്. പിന്നെ ഒന്നുമില്ലാതെ അതിന്റെ കക്കൂസിൽ നിന്ന് വുളു എടുത്താൽ അതിന്റെ വിധി ഒന്ന് പറഞ്ഞു തരുമോ? കക്കൂസിന് വുളു എടുക്കല് മലമൂത്ര വിസർജനം ചെയ്യുന്ന ആ സ്ഥലത്ത് വെച്ചാണെങ്കിൽ കറാഹത്ത, ഹറാമല്ല, കറാഹത്ത. അതല്ല, ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞു, കക്കൂസ് ബാത്റൂമാണ്, അതിൽ പിന്നെ മലമൂത്ര വിസർജനം ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലമുണ്ട്, അതേസമയത്ത് വുളു ഉണ്ടാക്കാനൊക്കെ വേറെ സ്ഥലമുണ്ട്. എന്നാൽ അവിടെ അങ്ങനത്തെ സ്ഥലത്ത് വെച്ച് വുളു ഉണ്ടാക്കൽ കറാഹത്തല്ല. ഇപ്പൊ മിക്കവാറും ബാത്റൂമിലൊക്കെ ഉണ്ടാവും മലമൂത്ര വിസർജനത്തിന് വേണ്ടി കക്കൂസ്, പിന്നെ ക്ലോസറ്റ് ഉണ്ടാവും, അതിലേക്ക് ഒരു പൈപ്പൊക്കെ ഉണ്ടാവും. അവിടുന്ന് കുറച്ചിന് മാറിയിട്ട് വേറെ പൈപ്പൊക്കെ ഒളുണ്ടാക്കാനുണ്ടാവും. അപ്പൊ ആ വേറെ പൈപ്പ് ഒളുണ്ടാക്കാനൊക്കെ ഉള്ള ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ ചൊല്ലു ചെയ്ത് കറാഹത്തല്ല. പിന്നെ അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ ഭാര്യ ഇപ്പൊ 9 മാസം ഗർഭിണിയാണ്. കല്യാണം കഴിഞ്ഞ് 4 വർഷത്തിന് ശേഷമാണ് ഭാര്യ ഗർഭിണി ആവുന്നത്. ഡോക്ടർ പ്രയാസങ്ങൾ ഒക്കെ പറയുന്നുണ്ട്. ഒരു പ്രയാസവും ഇല്ലാതെ സുഖപ്രസവം ആവാനും കുട്ടി സാലിഹാകാനും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു പ്രയാസവും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നല്ലൊരു കുട്ടിയെ പ്രസവിക്കാൻ ആ സഹോദരിക്ക് അള്ളാഹു അതിന്റെ സാഹചര്യങ്ങളൊക്കെ അള്ളാഹു ഒരുക്കി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അപകടത്തിനും പെടുത്താതെ നല്ല സ്വാലിഹായ ഒരു കുട്ടിയെ പ്രസവിക്കാനുള്ള തൗഫീഖ് ആ സഹോദരിക്ക് അള്ളാഹു നൽകട്ടെ. എല്ലാ വക പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷ നൽകട്ടെ. അള്ളാഹുവിന്റെ ഹിഫ്ളും അള്ളാഹുവിന്റെ സംരക്ഷണവും എപ്പോഴും അവർക്കും അവരുടെ കുട്ടിക്കും അള്ളാഹു നൽകട്ടെ. സ്വാലിഹായ നല്ലൊരു സന്താനത്തെ അവർക്ക് ഈ പ്രസവത്തിൽ അള്ളാഹു പ്രദാനം ചെയ്യുകയും ആ കുട്ടിയെ കൊണ്ട് അള്ളാഹു തആല കുടുംബത്തിനും
മുസ്ലിം ഉമ്മത്തിന് വലിയ ഉപകാരം നൽകുകയും ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കഴിഞ്ഞ നോമ്പിന് വേറെ ചോദ്യട്ടാ, കഴിഞ്ഞ നോമ്പിന് കുട്ടിക്ക് വയ്യാത്തത് കാരണം കഴിഞ്ഞ നോമ്പിന് കുട്ടിക്ക് വയ്യാത്ത കാരണം 7 നോമ്പ് ഒഴിവാക്കി. ഈ നോമ്പ് ആയപ്പോഴേക്കും നോമ്പ് നോറ്റ് വീട്ടിയിരിക്കുന്നു. ഇനി മുദ്ദ് കൊടുക്കണോ എന്നാണ് ചോദ്യം. കഴിഞ്ഞ നോമ്പിന് 7 കുട്ടിക്ക് വയ്യാത്ത കാരണമാണ്. കുട്ടിക്ക് വയ്യാത്തത് കാരണം വളരെ ശ്രദ്ധിക്കേണ്ടതേ, ഈ കുട്ടികളുടെ ആരോഗ്യം മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ് നോമ്പ് കളയുന്നത് എങ്കിൽ, കുട്ടിക്ക് വയ്യാത്തതിന്റെ പേരിൽ മാത്രമാണ് നോമ്പ് കളയുന്നതെങ്കിൽ ആ നോമ്പ് ഖളാ കൂട്ടുകയും വേണം. അതിന് പുറമെ ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം, അത് 650 ഗ്രാം അരി വീതം പിന്നെ ഫഖീർ മിസ്കിന്മാർക്ക് നൽകുകയും വേണം. കുട്ടിയുടെ കാര്യം മാത്രം കണക്കിലെടുത്തുകൊണ്ടാണെങ്കിൽ. അതേസമയത്ത് കുട്ടിക്ക് സുഖമില്ല, ഇവൾക്ക് ക്ഷീണമുണ്ട്, ഇത് രണ്ടും കൂടി കണക്കിലെടുത്തുകൊണ്ടാണെങ്കിലോ എന്നാൽ നോമ്പ് ഖളാ കൂട്ടിയാൽ മാത്രം മതി. അതല്ലെങ്കിൽ ഇവൾക്ക് ക്ഷീണമുണ്ട്, അത് മാത്രം കണക്കിലെടുത്തുകൊണ്ട് എന്നാലും നോമ്പ് ഖളാ കൂട്ടിയാൽ മാത്രം മതി, പിന്നെ മുദ്ദ് കൊടുക്കണ്ട. അപ്പൊ അവിടെ 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, മുല കൊടുക്കുന്ന സ്ത്രീകളാണ്, അല്ലെങ്കിൽ ഗർഭമുള്ള സ്ത്രീകളൊക്കെയാണ്. അപ്പോൾ ആ സ്ത്രീയുടെ ആരോഗ്യം കണക്കിലെടുത്തുകൊണ്ട് മാത്രമാണ് നോമ്പ് മുറിക്കുന്നത് എങ്കിൽ അടുത്ത റമളാന്റെ മുമ്പായിട്ട് ഖളാ കൂട്ടിയാൽ മാത്രം മതി. എന്ത് വേണ്ട? മുദ്ദ് കൊടുക്കണ്ട. പിന്നെ കുട്ടിയുടെയും മുദ്ദിനെ കുറിച്ച് പറയാം. കുട്ടിയുടെയും ഈ തള്ളയുടെയും രണ്ടാളെയും കൂടി ആരോഗ്യം കണക്കിലെടുത്തുകൊണ്ടാണ് നോമ്പ് മുറിക്കുന്നത്. എന്നാലും നോമ്പ് നോറ്റി കിട്ടിയാൽ മാത്രം മതി. എന്ത് വേണ്ട? മുദ്ദ് കൊടുക്കണ്ട. കുട്ടിയുടെ ആരോഗ്യം മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ് നോമ്പ് മുറിക്കുന്നത്. എന്നാൽ ഈ തള്ള എന്ത് വേണം? നോമ്പ് ഖളാ വീട്ടും വേണം. അതിന് പുറമെ ഒരു മുദ്ദ് ഒരു നോമ്പിന് കൊടുക്കുകയും വേണം. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 650 ഗ്രാം അരിയാണ്. അരിയോ ഗോതമ്പോ എന്തെങ്കിലും നാട്ടിൽ ഭക്ഷണ 650 ഗ്രാം, ഒരു നോമ്പിന് 650 ഗ്രാം വെച്ച് കൊടുക്കുക. മനസ്സിലായല്ലേ? അപ്പം ഈ സ്ത്രീയുടെ ഉമ്മാന്റെ ആരോഗ്യം കണക്കിലെടുത്ത് ഉമ്മാക്ക് വയ്യ, അതുകൊണ്ടാണ് നോമ്പ് മുറിച്ചത്. ഈ കുട്ടിക്ക് മുലയെടുക്കലും പിന്നെ നോമ്പ് പാടെ ഉമ്മാക്ക് സാധിക്കുന്നില്ല, അത് കാരണമാണ്. എന്നാടെ നോമ്പ് ഖളാ കൂട്ടിയാൽ മാത്രം മതി, മുദ്ദ് കൊടുക്കണ്ട. അല്ലെ ഉമ്മാക്ക് വയ്യ കുട്ടിക്കും വയ്യ, രണ്ടും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. എന്നാലും ഖളാ കൂട്ടിയാൽ മാത്രം മതി, മുദ്ദ് കൊടുക്കണ്ട. ഉമ്മാക്ക് പ്രശ്നമൊന്നുമില്ല, പിന്നെ കുട്ടിക്ക് വേണ്ടി മാത്രമാണ് നോമ്പ് മുറിക്കുന്നത്. എന്നാൽ ഖളാ കൂട്ടിയാൽ മാത്രം പോരാ, മുദ്ദ് കൊടുക്കുകയും വേണം. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? പിന്നെ കഴിഞ്ഞ നോമ്പിനും ഉസ്താദെ, ശബരിമലയിൽ നിന്ന് കിട്ടുന്ന അരവണപ്പായസം നമുക്ക് കഴിക്കാൻ പറ്റുമോ? കുറച്ചോനെ അത് കഴിക്കലേ, അത് ബഹുമാനിച്ചുകൊണ്ട് കഴിക്കാൻ പാടില്ല എന്നാണ്. അതല്ലാതെ കഴിക്കുക ചെയ്യാം. അതെന്താ അതിന്റെ രുചി എന്ന് അറിയാൻ വേണ്ടി ഒന്ന് കഴിച്ചു നോക്കുക. അല്ലെങ്കിൽ അതിന്റെ ആ രസം കിട്ടാൻ വേണ്ടി ഒന്ന് കഴിച്ചു നോക്കുക. എന്നാ അതുകൊണ്ടൊന്നും വിരോധമില്ല. അതിന് സാധാരണ പായസം കഴിക്കുന്ന അതേ വിധിയാണ്. അതേസമയത്ത് അത് ബഹുമാനിച്ചുകൊണ്ട് ഇതൊരു പുണ്യമായ ഭക്ഷണമാകുന്നു എന്ന് കരുതിക്കൊണ്ട് കഴിക്കാൻ പാടില്ല, ഹറാമാകുന്നു. അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യൽ ഹറാമാണ്. അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യൽ ശിർക്കാണ്, അല്ലേ? ശിർക്കാണ്, വലിയ പാപമാണ്. ഒരിക്കലും പിന്നെ അള്ളാഹു പൊറുക്കാത്ത കുറ്റാണ് ഷിർക്ക് എന്നാണ്. ഈ ഷിർക്കിനെ ബഹുമാനിക്കാനും പാടില്ല, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യാനും പാടില്ല. അങ്ങനെ പിന്നെ അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്തിനെ ബഹുമാനിക്കുക, ആദരിക്കുക അങ്ങനല്ല, അതും പാടില്ല. ഇതിപ്പോ അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്തിൽ ഉപയോഗിച്ച അതിന്റെ ഭാഗമായിട്ടുള്ള പായസാണ്. അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്ത് അതിൽ ഉപയോഗിച്ച പായസാണ്. അപ്പൊ അതിനെ ബഹുമാനിച്ചുകൊണ്ട് കഴിക്കാൻ പാടില്ല. അതേസമയത്ത് അതല്ല, അതിന്റെ രസം ഉണ്ടല്ലോ, അത് നല്ല രസമുള്ള സാധനമാണ്, അതുകൊണ്ട് കഴിക്കാൻ നിൽക്കുക, അതുകൊണ്ട് വിരോധമില്ല, അങ്ങനെയും തരക്കിടില്ല. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഇമാമിന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ ആണെങ്കിൽ അയാളെ തുടരാൻ പറ്റുമോ? അത് തൊടാനൊക്കെ പറ്റും. നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കൽ ഹറാമാണ് എപ്പോ? ഖുയലാഓട് കൂടിയാണെങ്കിൽ, അതായത് അതൊരു ഫാഷനാണ് എന്ന രീതിയിലാണെങ്കിൽ ഹറാമാണ്. ഒരാൾ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കണം എന്താണ്? അതൊരു ഫാഷനാണ്, അതൊരു രസമാണ്, അതാണ് ഭംഗി.
എന്ന രീതിയിലാകുമ്പോൾ അത് ഹറാമാണ്. അതേ സമയത്ത് അതൊന്നല്ല, അയാള് ചില ആളുകളുടെ ഒരു ഓഫിലിങ്ങളാണ്. ചില ആളുകൾക്ക് വസ്ത്രം ധരിക്കുന്ന വിഷയത്തിൽ അത്ര ശ്രദ്ധ ഉണ്ടാവില്ല. ചില ആളുകൾ കുടുക്കുമ്പോ ഒന്ന് അടിയത്തെ കൊടുക്കും, ഒന്ന് മേലത്തെ അങ്ങോട്ടൊക്കെ മാറിടും. അവർക്ക് അത്ര ശ്രദ്ധയില്ല. അതുപോലെ വസ്ത്രം ധരിക്കുന്ന സമയത്ത് തുണിയൊക്കെ എടുക്കുമ്പോൾ ഒരു തല ഒരു ഭാഗത്ത് ഒരു തല വേറെ നേരത്തെ ഒരു ശ്രദ്ധയില്ലാത്ത വസ്ത്രം ധരിക്കുന്ന ആളുകളാണ്. അപ്പൊ അത് ഹറാമല്ല, അതവര് അത്ര ആ വിഷയത്തിൽ അത്ര ശ്രദ്ധയില്ല എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലാണ് ധരിച്ചിരിക്കുന്നത്, ഹറാമല്ല. അതേ സമയത്ത് ഒരു ലോകമാന്യം, അതൊരു ഫാഷൻ, ഈ രീതിയിലാണ് നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നതെങ്കിൽ ഹറാമാണ്. അപ്പൊ ഈ ഇമാം ഇപ്പൊ ഏത് രീതിയിലാണ് വസ്ത്രം ധരിച്ചത് നമുക്കറിയില്ല. ഓരോ മനുഷ്യനെ കുറിച്ച് നമ്മൾ നല്ല ധാരണ ധരിക്കേണ്ടത്. അങ്ങനെ ഒരാളെ കുറിച്ചേ നമ്മൾ നല്ല വിചാരിക്കേണ്ടത്. ഒരാൾ നിര്യാണിന്റെ താഴെ വസ്ത്രം ധരിച്ച് കാണുമ്പോൾ അയാൾ എന്തെങ്കിലും ഹറാമ് ചെയ്ത് നടക്കുന്നത്, അയാൾക്ക് അത്ര ശ്രദ്ധ ഉണ്ടായിട്ടുണ്ടാവില്ല, അയാൾ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ്. എല്ലാ മുഅ്മിനീങ്ങളെ കുറിച്ചും നമ്മൾ നല്ലതാണ് ധരിക്കേണ്ടത് എന്നാണ്. ഏതായാലും ശരി, ഇനിയിപ്പോ അയാള് കരുതിക്കൂട്ടി പിന്നെ ഒരു ഫാഷൻ എന്ന നിലക്ക് നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുകയും അങ്ങനെ എപ്പോഴും അങ്ങനെ നടക്കുന്ന ആളുമാണ്. അപ്പൊ ആള് ഫാസിഖാണ്, ദോഷിയാണ്. ദോഷിയെ തുറന്ന് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരം സഹിയാവും, ജമാഅത്തിന്റെ കൂലി കിട്ടൂല. മനസ്സിലായല്ലേ? മുബ്തദി, അതുപോലെ തന്നെ ഫാസിഖ്, അതായത് തെമ്മാടി, പുത്തനാശയം ഒക്കെ ഉള്ള ആളുകൾ, അവരൊക്കെ തുറന്ന് നിസ്കരിച്ച നിസ്കാരം സഹിയാവും, പക്ഷെ ജമാഅത്തിന്റെ കൂലി കിട്ടൂല. 27 ഇരട്ടി കൂലിയുള്ള ജമാഅത്തിന്റെ കൂലി ഉണ്ടല്ലോ, ആ ജമാഅത്തിന്റെ കൂലി കിട്ടൂല. അതേ സമയത്ത് ഇപ്പൊ ഒരാള് പിന്നെ ഇയാളിപ്പോ ചെയ്തത് നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത്, നേരത്തെ പറഞ്ഞ കുറ്റകരമല്ലാത്ത വസ്ത്രധാരണയുണ്ട്, കുറ്റകരമായതുമുണ്ട്. ഇയാൾ കുറ്റകരമായ വസ്ത്രധാരണ നടത്തിയതാണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് അയാളെ കുറിച്ച് നല്ല ധാരണ നമ്മൾ വിചാരിക്കുക. അപ്പൊ അയാൾ തുറന്ന് നിസ്കരിക്കാം. അതിന് പുറമെ നിസ്കരിച്ചിന് നിസ്കാരം സഹിയാവും എന്ന് മാത്രമല്ല, ജമാഅത്തിന് കൂലി കിട്ടുകയും ചെയ്യും. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്താണ് എന്റെ ഫാൻഡിൽ, അത് ശരിയാണ്, എന്റെ ഫാൻഡിൽ ഈ ഇംഗ്ലീഷിൽ എഴുതുമ്പോഴേ, ഇംഗ്ലീഷ് അക്ഷരത്തിൽ എഴുതുമ്പോഴേ ഇങ്ങനെ പാൻറ്റിൽ എന്നൊക്കെ കൊണ്ടുവരാണ്. എന്റെ ഫാൻറ്റിൽ മൂത്രമായി, അത് ഉണങ്ങിയാൽ ആ ഡ്രസ്സ് എടുത്ത് നിസ്കരിക്കാമോ? എന്താണ് റബ്ബേ ഇങ്ങനൊക്കെ? ഇത് മലയാളം ചോദിക്കാൻ പാടില്ല. നജസ് മൂത്രം ഉണങ്ങിയാലും എങ്ങനെയായാലും ശരി, അത് നജസ് തന്നെയല്ലേ? ഫാൻറ്റിൽ മൂത്രമായി, ആ മൂത്രം ഉണങ്ങി, എന്നാലും നജസ് തന്നെയാണല്ലോ. അപ്പൊ ആ വസ്ത്രം എടുത്ത് വസ്ത്രം അത് ആയ ഭാഗം കഴുകാതെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല. ഉണങ്ങട്ടെ ഉണങ്ങാതിരിക്കട്ടെ, എങ്ങനെയാലും നജസ് തന്നെയാണ്. അപ്പൊ ആയ ഭാഗം കഴുകാതെ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുകയില്ല. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഉസ്താദെ, ഹജ്ജും ഉംറയും ചെയ്ത ആൾക്ക് മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഉംറ ചെയ്യുന്നത് സ്വീകാര്യമാകുമോ? ഹജ്ജും ഉംറയും ഒരിക്കൽ ചെയ്ത ആളാണെങ്കിൽ അയാളെ ഫർദാറ് വീട്ടിക്കണം. അയാളോ അല്ലെങ്കിൽ വേറെ ആരോ അയാളെ പേരിൽ അയാളുടെ ഹജ്ജ് ഒരിക്കൽ ചെയ്തിരിക്കണം. അപ്പോൾ അയാളുടെ പിന്നെ ഹജ്ജും ഫർദായ ഹജ്ജും ഉംറയും വീട്ടിയ ആളായി. ഇനി രണ്ടാമതൊരു ഹജ്ജോ ഉംറയോ അയാളുടെ പേര് ചെയ്യണ അയാളെ വസിയ്യത്ത് വേണം. അയാളെ വസിയ്യത്ത് ചെയ്യാതെ ചെയ്താൽ സഹിയാവില്ല. നേരെ മറിച്ച് തീരെ ഹജ്ജ് ചെയ്യാത്ത ആളാണ്, അങ്ങനെ അയാൾ മരിച്ചു പോയിക്കണ്, എന്നാൽ അയാളെ പേര് അയാളെ അവകാശികളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഹജ്ജ് ചെയ്തു നിൽക്കുക, എന്നാൽ അത് സ്വീകരിക്കും. അല്ലെങ്കിൽ ഉംറ ചെയ്തു, എന്നാൽ അത് സ്വീകരിക്കും. അത് അയാളുടെ ഹജ്ജായിട്ടും അയാളുടെ ഉംറയായിട്ടും പരിഗണിക്കപ്പെടുകയും ചെയ്യും. അയാൾ ജീവിതത്തിൽ ഹജ്ജ് ചെയ്ത ആളാണ്, എന്നാൽ പിന്നെ അയാളുടെ പേരിൽ വേറെ ആളും ഹജ്ജും ചെയ്യാൻ പറ്റൂല, ഉംറ ചെയ്യാൻ പറ്റൂല, അത് സ്വീകരിക്കപ്പെടുകയില്ല, അത് അയാളുടെ ഹജ്ജായിട്ട് പരിഗണിക്കപ്പെടുകയും ചെയ്യൂല. പിന്നെ എന്ത് വേണം? അയാളെ വസിയ്യത്ത് വേണം. അയാൾ മരിക്കുമ്പോൾ വസിയ്യത്ത് ചെയ്തിരുന്നു, എന്ത് നിന്റെ പേരിൽ നിങ്ങൾ ഒരു ഹജ്ജും കൂടി ചെയ്യണം അല്ലെങ്കിൽ ഉംറയും കൂടി ചെയ്യണം എന്ന് വസിയ്യത്ത് ചെയ്തിരുന്നു, എന്നാൽ അത് നടപ്പിലാക്കാം. അതല്ലാതെ വസിയ്യത്ത് ഇല്ലാതെ പറ്റുകയില്ല. പറ്റൂല. പക്ഷെ പിന്നെ പറ്റുന്ന ഒരു വേറെ വിഷയമുണ്ട്. അങ്ങനെ തന്നെ ഇപ്പൊ ഈ പറ്റൂല എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മൾ ഒരാളെ പേരിൽ ഹജ്ജ് ചെയ്യാണ്. അപ്പൊ നിയ്യത്തന്നെ എന്താണ്? ആ മീഖാത്തിലെത്തി നമ്മൾ ഇഹ്റാം ചെയ്യുമ്പോൾ നിയ്യത്തന്നെ ഒക്കെ ഇതാണ്, എന്റെ ഉമ്മയെ തൊട്ട് പകരമായിട്ട് ഞാൻ പിന്നെ ഇഹ്റാമിൽ പ്രവേശിച്ചിരിക്കുന്നു. നബൈത്തുൽ ഹജ്ജ അൻ ഉമ്മി അലി അൻ അബി,
എന്റെ ഉമ്മാന്റെ പകരമായിട്ട് ഞാൻ ഹജ്ജിന്റെ നിയത്ത് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഉംറന്റെ നിയത്ത് വെച്ചിരിക്കുന്നു, അത് പറ്റൂല. കാരണം ഉമ്മ എന്ത് ചെയ്തിക്കണ്, ഉമ്മ ജീവിതകാലത്ത് ഹജ്ജ് ചെയ്തിക്കണ്, ആ ഉമ്മാന്റെ ഫർള് ഉമ്മ വീട്ടിക്കണ്. ഇനി ഉമ്മാക്ക് ഹജ്ജ് വേറെ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഉമ്മ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഉമ്മ വസിയത്ത് ചെയ്യണം. ആദ്യം ഞാൻ മരിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യണം, എന്റെ പേര് ഒന്നുകൂടി ഹജ്ജ് ചെയ്യണം അല്ലെങ്കിൽ ഉമ്മ ചെയ്യണം എന്ന് വസിയത്ത് വേണം, എന്നാ പറ്റൂ. അതല്ലാതെ പറ്റൂല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂറ്റണ്ട, നമ്മൾ ചെയ്ത ആളുകളാണെങ്കിൽ ശരി, നമ്മളെ ഹജ്ജ് ഉംറ ചെയ്ത് അതിന്റെ സവാബ് ഉമ്മാക്ക് ഹദിയ ചെയ്യാം, അത് പറ്റും. നമ്മൾ ചെയ്ത് അത് ഉമ്മാന്റെ ഹജ്ജ് ആവൂലേ, ഉമ്മാന്റെ ഹജ്ജ് ഉമ്മയുടെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഉദാഹരണം നമ്മൾ ഫാത്തിഹ ഓതുക, ഫാത്തിഹന്റെ സവാബ് ഉമ്മാക്ക് ഹദിയ ചെയ്യില്ല, നമ്മൾ യാസീൻ ഓതുന്നു, അതുപോലെ ചെയ്യാം. അല്ല, നമുക്ക് വേണ്ട നിയത്ത് ചെയ്യണം, അതിന്റെ സവാബ് മിസ്ൽ സവാബ് ഉമ്മാക്കും കൂടി കൊടുക്കുക. അത് ദുആ ചെയ്തോന്നൊന്നുമില്ല, ഇങ്ങനെ നമുക്ക് മനസ്സിൽ കയറ്റിയാലും പെട്ടെന്ന് കിട്ടും. ഈ ദുആ ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ സാധാരണ ഫാത്തിഹ പോകുന്ന പോലെ തന്നെ. അല്ല, അതെ, അങ്ങനെ എത്രയും ചെയ്യാം, അങ്ങനെ എത്രയും ചെയ്യാം. ആ ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിന്റെ സവാബ് ഉണ്ടല്ലോ, അതിന്റെ സവാബ് ഒരു ഹദിയ ചെയ്യാം. അതുപോലെ പറ്റൂല. അതുപോലെ പറ്റണമെങ്കിൽ ഒന്നുകിൽ ഉമ്മയും അവർ ജീവിതകാലത്ത് ഹജ്ജ് ചെയ്യാത്ത ആളായിരിക്കണം, അതല്ലെങ്കിൽ അവർ വസിയത്ത് വേണം. ഹജ്ജ് ചെയ്തിക്കണമെങ്കിൽ പിന്നെ അവർ വസിയത്ത് വേണം. അങ്ങനെ വേണമെങ്കിൽ പറ്റും, ചെയ്യാൻ പറ്റും, അത്ര ചെയ്യാം. പിന്നെ അസ്ഥിയുരുക്കമുള്ള സ്ത്രീകൾ ഒന്നു എടുക്കുന്നതിന് മുമ്പ് വെച്ച് കെട്ടണ്ടേ? അസ്ഥിരിക്കുള്ള സ്ത്രീകൾ അന്ന് വേണ്ട. അസ്ഥിരിക്കെന്ന് പറഞ്ഞാൽ പറ്റി വെള്ളപ്പോക്കുണ്ടല്ലോ, ഈ വെള്ളപ്പോക്കുള്ള സ്ത്രീകൾ ഒന്നെടുക്കുന്നതിന് മുമ്പ് വെച്ച് കെട്ടൊന്നും വേണ്ട. വെച്ച് കെട്ടണമെങ്കിൽ അത് മൂത്രവാർച്ച ഉള്ളത് പോലെ അതിങ്ങനെ സദാസമയത്തും അങ്ങനത്തെ ആളാവണം, എന്നാലേ വെച്ച് കെട്ടുന്ന നിർബന്ധമാവും. ഏതുപോലെ ഇസ്തിഹാദത്തുള്ള പെണ്ണ്, അതായത് രക്തം പോക്ക്, ബ്ലീഡിങ് ഉണ്ടല്ലോ, നമ്മളെ രോഗം ഉണ്ടല്ലോ, അത് മെൻസസ് അല്ലല്ലേ, അത് ബ്ലീഡിങ് രോഗമാണ്. അപ്പൊ അവര് പിന്നെ ഒന്നു ചെയ്യുമ്പോ എന്തേ പറ്റുള്ളൂ, ഒന്നു ചെയ്യുമ്പോൾ വക്കത്ത് കടന്നതിന് ശേഷമേ ഒന്നു ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പുറമെ വക്കത്ത് കടന്നതിന് ശേഷം ആ ഭാഗം ഒക്കെ ശരിക്കും കഴുകി വൃത്തിയാക്കണം. പിന്നെ ഒരു പഞ്ഞോ മറ്റൊക്കെ ഉള്ളിൽ ശരിക്കും തിരികി വെച്ച് ശരിക്കും ഭദ്രമാക്കണം. പിന്നെ പെട്ടെന്ന് ഒന്നു ചെയ്യുകയും ഒന്നു എടുത്ത ഉടനെ തന്നെ നിസ്കരിക്കുകയും വേണം ഈ ബ്ലീഡിങ് ഉള്ള സ്ത്രീകൾ. അതുപോലെ തന്നെ അതേപോലെയാണ് ഈ അസ്ഥിരിക്കമുള്ള സ്ത്രീ നിൽക്കുക. അതായത് അവൾക്ക് സദാസമയത്ത് ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാധാരണ സ്ത്രീക്ക് അങ്ങനെയല്ല ഉണ്ടാകുക, അത് കുറച്ചാണ് പോകും, പിന്നെ അങ്ങനെ കഴുകി വൃത്തിയാക്കി പിന്നെ അപ്പൊ തന്നെ പോകുന്നില്ല. അതല്ല, ഇനി ഒരു സ്ത്രീക്ക് ഇങ്ങനത്തെ രോഗം ഉണ്ട് നിൽക്കുക, ഏതുപോലെ മൂത്രവാർച്ച പോലെ, അതല്ലെങ്കിൽ ഈ ബ്ലീഡിങ്ങുള്ള രോഗം പോലെ അവർക്ക് അസ്ഥിരുക്കം സദാസമയത്തും ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അത് ഒരിക്കലും നിൽക്കൂല, ആ നിലക്കാകുകയാണ് നിൽക്കുക. എന്നാൽ പിന്നെ എന്തേ പറ്റുള്ളൂ, വഖ്ത് കടന്നതിന് ശേഷമേ, പിന്നെ വഖ്ത് കടന്നതിന് ശേഷം ഓരോ നിസ്കാരത്തിന് വഖ്ത് പ്രവേശനത്തിന് ശേഷം കഴുകി വൃത്തിയാക്കി പിന്നെ കൂടുതൽ പോരാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാൻ വെച്ച് കെട്ടണം. പിന്നെ ഒളു ചെയ്യണം, പിന്നെ പെട്ടെന്ന് നിസ്കരിക്കുകയും വേണം. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. വളർത്തുപ്രാവിനെ അറുത്ത് കഴിക്കാൻ പറ്റുമോ? കഴിച്ചാൽ വെള്ളപ്പാണ്ടുണ്ടാകുമോ? വളർത്തുപ്രാവിനെ അറുത്ത് കഴിക്കാം. അറുത്ത് കഴിക്കൽ അനുവദനീയമായ പക്ഷികളിൽപ്പെട്ടതാണ് പ്രാവൊക്കെ. അത് പിന്നെ പ്രാവ്, വളർത്തുപ്രാവ്, മറ്റേ വെള്ളപ്രാവായാലും വേണ്ട, മറ്റേ പ്രാവായാലും വേണ്ട, ഏത് പ്രാവായാലും വേണ്ട, അതിനൊക്കെ അറുത്ത് തിന്നല് പിന്നെ അനുവദനീയമാണ്. അതിന് ഒരു പൊതു നിയമമുണ്ട്. കാലിൽ ഇറുക്കി പിടിച്ചുകൊണ്ട് ഇര തേടുന്ന പക്ഷിയാണെങ്കിൽ അതിന് അറുത്ത് തിന്നാൻ പാടില്ല. അതാണ് അതിന്റെ ഒരു പൊതു നിയമം. അങ്ങനെയാണ്. കാലുകൊണ്ട് ഇറുക്കിട്ട് അതിന്റെ പിന്നെ ഭക്ഷണ സാധനം ഇറുക്കി പിടിച്ച് കൊണ്ടുപോകണ തത്ത, കാക്ക, പരുന്ത്, ഇതൊക്കെ അങ്ങനെയാണ്. കാലിൽ ഇറുക്കി അങ്ങനത്തെ പക്ഷി ഹറാമാണ്, അതിനെ ഭക്ഷിക്കാൻ പറ്റുകയില്ല. അല്ലാത്ത പക്ഷികളെ അറുത്ത് തിന്നാമെന്നാണ്. ഇനി ഇവിടെ അത് വള്ളപ്പാണ്ടുണ്ടാകുമെന്ന അതൊക്കെ പിന്നെ ഉണ്ടാകുന്ന ഉറപ്പാണെങ്കിൽ കഴിക്കാൻ പറ്റും. അതുകൊണ്ട് ആ സാധനം കഴിക്കൽ ഹറാമെന്നാണ്, അതുകൊണ്ട് പറയാൻ പറ്റില്ല. ചില വ്യക്തികൾക്ക് അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവർ കഴിക്കാതിരിക്കാന്നല്ലാതെ അതങ്ങനെ, അതുകൊണ്ട് അതിന്റെ പേരിൽ പ്രത്യേകമായ നിയമം ഉണ്ടാക്കാൻ പറ്റുകയില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഉരുളങ്കിഴങ്ങ് കഴിഞ്ഞ തിന്നണമെങ്കിൽ പിന്നെ ഇതുണ്ടാവും, ഗ്യാസ് ഉണ്ടാവും. അതുകൊണ്ട് ഉരുളങ്കിഴങ്ങ് തിന്നെ ഹറാമാന്നാ? അങ്ങനെയല്ലോ. അത് ചില വ്യക്തികൾക്ക് ചില സാധനം ചില പ്രത്യേകമായ സാഹചര്യത്തിൽ കഴിച്ചാൽ ചില രോഗങ്ങൾ ഉണ്ടാവും.
അതുകൊണ്ട് ആ സാധനം കഴിച്ച എല്ലാവർക്കും രോഗമുണ്ടാകുന്നുണ്ട് എന്നല്ല ഇതിന്റെ അർത്ഥം. അപ്പോ വളർത്തുപ്രാവ് കഴിച്ചാൽ വെള്ളപ്പാണ്ട് ഉണ്ടാകുന്ന പിന്നെ അങ്ങനെ കൂടുതൽ കഴിച്ചാൽ ഉണ്ടാകുകയാണെങ്കിലോ അതൊക്കെ പിന്നെ അതിൽ ചില വ്യക്തികൾക്കോ അതൊക്കെ ഉണ്ടാവാം. അത് പൊതുനിയമമല്ല അത്. അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ച് അത് അർത്ഥം ഞാൻ പാടില്ല എന്ന് അതുകൊണ്ട് പറയാൻ പറ്റുകയില്ല. ഏതായാലും മസലതാണ് അത് തിന്നാം എന്നുള്ളതാണ് മസല. പിന്നെ സൗദികൾ മാത്രമല്ല, സൗദികൾ പ്രാവിനെ തിന്നും, സൗദികൾ മാത്രമല്ല, അതെല്ലാവരും തിന്നുന്നുണ്ട്. അള്ളാഹുവിനെ അനുവദിച്ച വിഷയമാണ്, കഴിക്കാം. മൂത്രത്തിന് ട്യൂബ് ഇട്ട ആളുടെ നിസ്കാരം എങ്ങനെ? നല്ലൊരു ചോദ്യമാണത്. മൂത്രത്തിന് ട്യൂബ് ഇട്ട ആളെ മൂത്രം ഇങ്ങറ്റിക്കൊണ്ടിരിക്കുകയാണല്ലേ, സദാസമയത്ത് മൂത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിന് പുറമെ ആ സഞ്ചിയിൽ മൂത്രം ഉണ്ടാവും. അപ്പം നജസ് ചുമന്നുകൊണ്ടാണ് നിസ്കരിക്കുന്നത്. അപ്പൊ നിസ്കാരം ചെയ്യാവില്ലല്ലോ അല്ലേ? സാധാരണയിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്. പക്ഷേ ഈ മൂത്രത്തിൽ ട്യൂബിട്ട ആൾക്ക് മൂത്രവാർച്ചക്കാരന്റെ ഹുക്കുമാണ്. മൂത്രത്തിൽ ട്യൂബിട്ടുണ്ടെങ്കിൽ എന്താണ് അത്? മൂത്രവാർച്ചക്കാർക്ക് എപ്പോഴും ഇങ്ങനെ മൂത്രത്തിക്കൊണ്ടിരിക്കുക. എപ്പോഴും മൂത്രയിക്കുക എന്ന് പറഞ്ഞാല് സദാ മൂത്രവാർച്ചക്കാരനായ ഹുക്കുമ ചെയ്യുകയാണെങ്കിൽ സദാസമയത്ത് മൂത്രം ഇട്ടണമെന്നില്ല. അതായത് പിന്നെ അത് മൂത്രമൊഴിച്ച് പിന്നെ ഒളു ചെയ്ത് നിസ്കാരം പൂർത്തിയാണതിന് മുമ്പായിട്ട് വീണ്ടും അവന് മൂത്രം ഇറ്റും. അത്രയും സമയം പിടിച്ചു നിൽക്കാൻ സാധിക്കൂല. അങ്ങനത്തെ ആൾക്കെ മൂത്രവാർച്ചക്കാരനായി പരിഗണിക്കപ്പെടുള്ളൂ. അപ്പൊ അതേപോലെ പിന്നെ ആ മസലയാണ് ആർക്കുള്ളത്? ഈ ട്യൂബിട്ട ആൾക്കുള്ളത്. ട്യൂബിട്ടുള്ള ആൾക്കും അതിനുള്ളത് ആ മസലയുള്ളത്. പിന്നെ സദാസമയത്ത് മൂത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ആ ട്യൂബിൽ കൂടെ സദാസമയത്ത് മൂത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒളു ചെയ്തിട്ട് ആ നിസ്കരിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് വീണ്ടും മൂത്രം ഇങ്ങനെ വരികയാണ്, ആ ട്യൂബിൽ കൂടെ മൂത്രം ഇങ്ങനെ വരികയാണ്. അപ്പൊ അയാൾക്ക് മൂത്രവാർച്ചക്കാരന്റെ ഹുക്കുമാകുന്നു. മൂത്രവാർച്ചക്കാരാകുമ്പോൾ ഇപ്പൊ ളുഹർ നിസ്കരിക്കണമെങ്കിൽ എന്ത് വേണം? ളുഹറിന്റെ വഖ്ത് കടക്കണം. ഓരോ ഫർദ് നിസ്കാരത്തിന്റെയും വഖ്ത് കടന്നതിന് ശേഷമേ ആ ഫർദ് നിസ്കാരത്തിന് വേണ്ടിയുള്ള ഒളു ചെയ്യാൻ പറ്റുകയുള്ളൂ. അതാണ് ഒന്ന്. അപ്പൊ ട്യൂബിട്ട ആളുകൾ നിസ്കരിക്കണമെങ്കിൽ ആ നിസ്കാരത്തിന് സമയം കടന്നതിന് ശേഷമേ ഒളു ചെയ്യാൻ പറ്റുള്ളൂ. ഒളു ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് പിന്നെ കഴുകി വൃത്തിയാക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ശരിക്കും കഴുകി വൃത്തിയാക്കണം. പിന്നെ ആ ട്യൂബ് ഇതുണ്ടല്ലോ, ആ മൂത്ര ഒരു സഞ്ചി ഉണ്ടാവും, ആ സഞ്ചിയിലത്തെ മൂത്രം ഒഴിച്ചു കളയാൻ പറ്റുമെങ്കിൽ ഒഴിച്ചു കളയണം. എന്തിനാണ് അത് നജസ് ചുമന്നുകൊണ്ട് നിസ്കരിച്ചു എന്ന് പറയാതിരിക്കാൻ വേണ്ടി, എന്ന വിധി വരാതിരിക്കാൻ വേണ്ടി ആ മൂത്രം ഒഴിക്കാൻ പറ്റുമെങ്കിൽ ഒഴിച്ചു കളയാൻ പറ്റുമെങ്കിൽ ഒഴിച്ചു കളയണം. ഒഴിച്ചു കളയാൻ പറ്റൂലെങ്കിലോ ഒഴിച്ചു കളയും വേണ്ട. പിന്നെ അത് പൂർണ്ണമായും കഴുകി വൃത്തിയാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റൂല മിക്കവാറും അല്ലേ? അപ്പൊ അതുകൊണ്ടൊക്കെ വേറെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ സാധിക്കാണ് ചെയ്യണമെന്ന്. സാധിക്കുമെങ്കിൽ ആ മൂത്രം ഒഴിച്ചു കളയുകയും പിന്നെ അതൊക്കെ ശരിക്ക് കഴുകി വൃത്തിയാക്കുകയും ചെയ്യുക, എന്നിട്ട് ഓളോട്ട് നിസ്കരിക്കുക. സാധിക്കൂലെങ്കിലോ ആ മൂത്രം ഒഴിച്ച് കളയാൻ പറ്റൂല നിൽക്കുക. എന്നാലോ പ്രശ്നമൊന്നുമില്ല, മൂത്രം ഒഴിച്ച് കളയണ്ട. പിന്നെ അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യുക? മൂത്രവാർച്ചക്കാരുടെ ഹുക്കുമാണ്. ഓരോ ഫർദ് നിസ്കാരത്തിനും ആ നിസ്കാരത്തിന്റെ വഖ്ത് കടന്നതിന് ശേഷം അത് കഴുകി വൃത്തിയാക്കാച്ചാൽ കഴുകാൻ സാധിക്കുന്ന സ്ഥലങ്ങളൊക്കെ ശരിക്കും കഴുകി വൃത്തിയാക്കി പെട്ടെന്ന് ഒളു ചെയ്യുകയും പെട്ടെന്ന് നിസ്കരിക്കുകയും ചെയ്യുക. ഒളു എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിസ്കാരത്തെ പിന്തിക്കാൻ പറ്റുകയില്ല. ഏത് ഈ ബ്ലീഡിംഗ് ഉള്ള സ്ത്രീകൾ ചെയ്യുന്ന പോലെ, അതുപോലെ തന്നെ മൂത്രവാർച്ചക്കാരായ ആളുകൾ ചെയ്യുന്ന പോലെ, അതുപോലെ തന്നെ വഖത്തിന്റെ മുമ്പ് ഒളു ചെയ്യാനും പറ്റുകയില്ല. സാധാരണ ആളുകൾക്ക് ഇപ്പോൾ പറ്റുമല്ലോ, അപ്പൊ ളുഹർ വാങ്ങിക്കൊടുത്തതിന്റെ മുമ്പ് നമുക്ക് ഒളു ഉണ്ടാക്കാം. പക്ഷെ ഇവരെ എന്ത് ചെയ്യാൻ പറ്റൂല, അതിന് മുമ്പ് ഒളു ചെയ്യാൻ പറ്റൂല. ഫർദ് നിസ്കാരത്തിനുള്ള സമയം കടന്നതിന് ശേഷമേ ഒളു ചെയ്യാൻ പറ്റുള്ളൂ. ഒളു ചെയ്താൽ പിന്നെ പെട്ടെന്ന് നിസ്കരിക്കുകയും വേണം, പിന്തിക്കാൻ പറ്റുകയില്ല. അതന്നെ. അപ്പൊ മൂത്രവാർച്ചക്കാരന്റെ അതേ വിധി തന്നെ. എന്താ അബൂസവാദ് കുട്ടികൾ കഴിക്കണ്? എന്ത് കുട്ടികൾ? ആ ചോദ്യം മനസ്സിലായിട്ടില്ല. വെറും കുട്ടികൾ എന്ന ചോദ്യത്തിന് എടുക്കണ്ട, മനസ്സിലായിട്ടില്ല. പിന്നെ കുട്ടികൾ സൗണ്ട് ചെയ്യുക. അവിടെ ഒരു കുട്ടിയുണ്ട്, നമ്മുടെ ഒരു സ്നേഹിതന്റെ കുട്ടിയുണ്ട് ഇവിടെ. ഓ അങ്ങനെ ശരി, ഒരു ശബ്ദമൊക്കെ എല്ലാവരും കേൾക്കണയോ അല്ലേ? അത് ഇവിടെ നമ്മളെ സംസാരം കേൾക്കാനുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് കുട്ടിയുണ്ടേ, ചെറിയ കുട്ടിയല്ലേ. ഓനോട് വന്ന് മസല പറഞ്ഞ കാര്യമില്ലല്ലോ. പിന്നെ എന്താ പറഞ്ഞത്? എന്താണ്
ട്യൂബ് നിസ്കാരം എങ്ങനെ? അസ്സലാമു അലൈക്കും പറഞ്ഞു. നിസ്കാരത്തിന് എന്താണ് അത് ശരി, നിസ്കാരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറ്റുമോ? അതൊക്കെ പറ്റും. നിസ്കാരത്തിന്റെ ഇടയിലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് നിസ്കാരം ബാത്തിലാവുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് എന്നൊക്കെ നിസ്കാരത്തിന്റെ ഇടയിൽ പറഞ്ഞു, അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂല. പക്ഷെ ഫാത്തിഹയ്ക്കിടയിൽ പറയാൻ പറ്റുകയില്ല. ഫാത്തിഹ ഓതുന്നതിന്റെ ഇടയിൽ നിസ്കാരത്തോട് ബന്ധപ്പെടാത്ത ദിക്റുകൾ ചൊല്ലിയിട്ട് ദിക്റുകളോ മറ്റോ ചെയ്തിട്ട് ഫാത്തിഹ മുറിച്ചാൽ ഫാത്തിഹ ബാത്തിലാവും. അപ്പൊ ഫാത്തിഹ പിന്നെ ഒന്നുകൂടി തലക്കന്ന് കൊണ്ടുവരണം, ആദ്യം തന്നെ ഫാത്തിഹ ഓതണം. പക്ഷെ അതേസമയത്ത് നിസ്കാരം ബാത്തിലാവുന്നില്ല. നടക്കുന്ന നിസ്കരിക്കുമ്പോൾ ജമാഅത്ത് നടക്കുമ്പോൾ സ്വഫ് മടമ്പാണോ വിരലാണോ റെഡിയാക്കേണ്ടത്? നമ്മളെപ്പോഴും പറയാറുള്ളതാണിത്. മടമ്പാണ്. സ്വഫ് ശരിയാക്കേണ്ടത് മടമ്പ് ഒപ്പിച്ചുകൊണ്ടാണ്, വിരലൊപ്പിച്ചുകൊണ്ടല്ല. വിരലൊപ്പിച്ചുകൊണ്ടാകുമ്പോ ചില ആളുകളുടെ പാദം വലിയ പാദമായിരിക്കും അല്ലേ? അപ്പൊ പിന്നെ വിരലൊപ്പിച്ച് നിൽക്കുമ്പോ അയാളുടെ മടമ്പും അടുത്തുള്ള നാളുടെ മടമ്പും കൂടി ശരിയാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒപ്പിക്കേണ്ടത് പിന്നെ മടമ്പാണ്. മടമ്പ് ഒപ്പിച്ചുകൊണ്ടാണ് സ്വപ്പ് ശരിയാക്കേണ്ടത്. പിന്നെ ഒരു മിനിറ്റ്. മടമ്പോ സ്വപ്ന ഒരാൾ ളുഹ്ർ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അസറിന്റെ ബാങ്ക് കൊടുത്തു. അയാൾ നിസ്കരിച്ച ളുഹ്ർ അദാ ആയിട്ടാണോ പരിഗണിക്കുക, അതല്ല ഖളാ ആയിട്ടാണോ? വഖത്തിൽ ഒരു റക്അത്ത് കിട്ടിയാൽ ആ നിസ്കാരം അദാ ആണ്. ഒരു റക്അത്ത് കിട്ടിയില്ലെങ്കിൽ ആ നിസ്കാരം ഖളാഉമാണ്. അതാണ്. അപ്പൊ ഒരാൾ ളുഹ്ർ നിസ്കരിക്കായിരുന്നു, ഒരു റക്അത്ത് പൂർത്തിയായതിനു ശേഷമാണ് അസറായത് നിൽക്കുക. എന്നാൽ ആ ളുഹ്ർ അദാ ആണ്, ഖളാ അല്ല. നേരെ മറിച്ച് ഒരു റക്അത്ത് കിട്ടിയില്ല, ഒരു റക്അത്തിന്റെ താഴെ വഖത്തിൽ കിട്ടുള്ളൂ, എന്നാൽ ആ നിസ്കാരം ഖളാഉമാണ്. ഒരു റക്അത്ത് പൂർത്തിയായെന്ന് പറഞ്ഞാൽ 2 സുജൂദും കഴിയണം. അപ്പൊ എന്ത് ചെയ്ത് ആദ്യത്തെ റക്അത്തിലെ 2 സുജൂദും കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ് അസർ വാങ്ങിക്കൊടുക്കുന്നത്. അപ്പൊ ളുഹ്ർ അദാ ആണ്, ഖളാ അല്ല. നേരെ മറിച്ച് ഒരു സുജൂദ് കഴിഞ്ഞിട്ടുള്ളൂ, രണ്ടാമത്തെ സുജൂദിൽ പോണ സമയത്താണ് എന്ത് ചെയ്തത് അസറിലായത്. അപ്പൊ ആ ളുഹ്ർ ഖളാഉമാണ്. ആകയാൽ വഖത്തിൽ ഒരു റക്അത്ത് പൂർണ്ണമായും ലഭിച്ചാൽ ആ നിസ്കാരം മുഴുവൻ അദാ ആയിട്ട് പരിഗണിക്കപ്പെടും. ഒരു റക്അത്തിന് താഴെ പിന്നെ കിട്ടിയുണ്ടെങ്കിലോ ആ നിസ്കാരം ഖളാ ആയിട്ടുമാണ് പരിഗണിക്കപ്പെടുക. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, തലമുടി കറുപ്പിച്ച ആളുടെ ജനാബത്ത് കുളി സഹീഹാകുമോ? തലമുടി കറുപ്പിച്ച ആളുടെ ജനാബത്ത് കുളിയൊക്കെ സഹീഹാകും. ഈ സാധാരണ കറുപ്പിക്കുന്നത് ഇപ്പൊ നമ്മൾ കാണുന്ന ഇപ്പൊ ഓരോരുത്തരൊക്കെ കറുപ്പിച്ചൊക്കെ കാണാലോ, അതൊക്കെ അപ്പൊ ഏത് രീതിയിലത്തതാണെന്ന് നമുക്കറിയില്ല. മൈലാഞ്ചി പോലത്തതാണെങ്കിൽ അതുകൊണ്ട് പിന്നെ അവിടുത്തെ വെള്ളം ചേരും എന്നുള്ളതാണ്. മൈലാഞ്ചിയോ അല്ലെങ്കിൽ മൈലാഞ്ചി പോലെയുള്ള വസ്തുക്കളൊക്കെയാണ് ഉപയോഗിച്ചിട്ടാണ് തലമുടി കറുപ്പിച്ചത്, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും കളറൊക്കെ ആക്കി മാറ്റിയത് എങ്കിൽ അവിടെ വെള്ളം ചേരും. അതേ സമയത്ത് അങ്ങനത്തെ മൈലാഞ്ചി പോലത്തെ സാധനമല്ല, നല്ല കട്ടിയുള്ള അതിന്റെ തടി തന്നെ മുടിമണ്ട് ഒട്ടിപ്പിടിക്കും. ആ രീതിയിലുള്ള സാധനങ്ങളാണെങ്കിലോ അപ്പോഴവിടെ വെള്ളം ചേരുകയും ചെയ്യൂല. അപ്പൊ ജനാബത്തൊക്കെ കുളിച്ചിട്ട് കുളി സഹിയാവുകയും ചെയ്യൂല. അപ്പോ പിന്നെ ജനാബത്ത് കുളി ശരിയാകുമോ ഇല്ലേ എന്നുള്ള കാര്യം തീരുമാനിക്കണമെങ്കിൽ ആ കറുപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച സാധനം ഏത് രീതിയിലാണെന്ന് അറിയണം. മൈലാഞ്ചി പോലെയുള്ള സാധനങ്ങളൊക്കെയാണെങ്കിൽ ശരിയാകും. അതല്ല വളരെ കട്ടിയുള്ള അതിന്റെ തടി മുടിമൽ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലുള്ളതാണെങ്കിൽ സഹിയാവുകയും ഇല്ല. ഉദ്ഹിയ്യത്തിന്റെ തോല് വിറ്റതിന്റെ ചിലവിലേക്ക് ഉദ്ഹിയ്യത്തിന്റെ തോല് വിറ്റ് അതിന്റെ ചിലവിലേക്ക് എടുക്കാമോ? പറ്റൂലെന്നാ. ഉദ്ഹിയ്യത്ത് മൃഗത്തിന്റെ തോല് വിറ്റിട്ട് അതിന്റെ ആ പൈസ ഉണ്ടല്ലോ, അതിന്റെ പൈസ ആ ഉദ്ഹിയ്യത്തിന്റെ ചെലവിലേക്ക് എടുക്കാൻ പറ്റുമോ? പറ്റൂല. പിന്നെ 60 വരികളുടെ കൂലി മറ്റതൊക്കെ അതൊക്കെ വേറെ കൊടുക്കണം. തോലൊക്കെ സദക്ക ചെയ്യണം. അത് ഉദ്ഹിയ്യത്തിന്റെ തോലോ ഒന്നും വിൽക്കാൻ പറ്റുകയില്ല, തോലോ ഒന്നും വിൽക്കാൻ പറ്റുകയില്ല. എല്ലാം വെറുതെ കൊടുക്കണം.
അല്ലെങ്കിൽ ആ അർത്ഥാൾക്ക് ഉപയോഗിക്കാം. ആ തോല് ഉറക്കിട്ട് ചെരുപ്പുണ്ടാക്കുക, ബാഗ് ഉണ്ടാക്കുക, എന്തൊക്കെ ചെയ്യാം. അതല്ലാതെ വിൽക്കാൻ പറ്റൂല എന്നാ. വയലം നീ അറിയുക അന്ന മൗളിയൽ ഉൽഹിയത്തി അൽ ഇന്തിഫാഉന, ഉൽഹിയത്തിന്റെ മൗളിഅ് അതെന്താ, അതുകൊണ്ട് ഉപകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഉൽഹിയത്ത് അറുക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ വേറെ ആളുകൾക്കോ എന്തെങ്കിലും ഉപകാരം പിന്നെ നേടാം. അതുകൊണ്ട് ഫലാ യജൂസു ബൈഉഹ, അതുകൊണ്ട് ഉൽഹിയത്ത് മൃഗത്തെ വിൽക്കാൻ പറ്റൂല. വലാ ബൈഉ ജിൽദിഹ, അതിനെ തോല് വിൽക്കാൻ പറ്റുകയില്ല. ഉൽഹിയത്തിന് മൃഗത്തിന്റെ ഇറച്ചി വിൽക്കാൻ പറ്റൂല, തോല് വിൽക്കാൻ പറ്റുകയില്ല. വലാ യജൂസു ജഅലുഹു ഉജ്റത്തൻ ലിൽ ജസ്സാരി, അറബുകാരനുള്ള കൂലിയായിട്ടും കൊടുക്കാൻ പറ്റൂല തോല്. അറബുകാർക്കുള്ള കൂലിയായിട്ടും കൊടുക്കാൻ പറ്റൂല തോല്. പിന്നെ വൈൻകാന്ത് തതബുഅൻ, അത് നിർബന്ധമായ ഉൽഹിയത്തല്ല, സുന്നത്തായ ഉൽഹിയത്താണ്, എന്നാലും പറ്റൂല. അപ്പൊ എത്ര കണിച്ചാൻ നോക്കണല്ലേ. സുന്നത്തായ ഉൽഹിയത്താവട്ടെ വുജൂബായ ഉൽഹിയത്താവട്ടെ, അതിന്റെ മാംസമോ എല്ലോ തോലോ ഒന്നും വിൽക്കാൻ പറ്റുകയില്ല. അത് അറവുകാരനുള്ള കൂലിയായിട്ട് പോലും കൊടുക്കാൻ പറ്റുകയില്ല. കൂലിയൊക്കെ വേറെ കൊടുക്കണം. പിന്നെ എന്താ ചെയ്യേണ്ടത്? ആ തോലൊക്കെ ബൽ യതസദ്ദഖു ബിഹിൽ മുദഹി, ആ ഉൽഹിയത്ത് അറുത്ത ആള് അതൊക്കെ സദഖ ചെയ്യണം. അതല്ലെങ്കിലോ ഔ യത്തഖിദു മിൻഹു മാ യന്തഫിഉ ബിഹി, അതല്ലേ ഇവനക്ക് ഉപകാരം ലഭിക്കുന്ന എന്തെങ്കിലും അതുകൊണ്ട് ഉണ്ടാക്കണം. എന്താ ഉണ്ടാക്കുക? മിൻ ഹുഫിൻ, എന്തെങ്കിലും ഹുഫ് ഉണ്ടാക്കുക, ഔ നാലി ചെരുപ്പുണ്ടാക്കുക, ഔ ദൽവലി ബക്കറ്റ് ഉണ്ടാക്കുക, എന്തെല്ലാം പണി തോലുണ്ടല്ലേ. ഹുഫ് ഉണ്ടാക്കുക, ഷൂ ഉണ്ടാക്കുക, ചെരുപ്പുണ്ടാക്കുക, ബക്കറ്റ് ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ചെയ്യാം. അതല്ല വിൽക്കാൻ പറ്റൂല. അറബുകാരനുള്ള കൂലിയായിട്ട് കൊടുക്കാൻ പറ്റുകയില്ല. പിന്നെ സഹോദരിമാരോട് പറയാണ്, നിങ്ങൾക്ക് നേരം നിങ്ങൾ പോയിക്കൊണ്ടിട്ടാ. ഇത് നിങ്ങൾക്ക് മാത്രം ഉള്ള ഒരു ക്ലാസ് അല്ല. ഇത് ഇവിടെ ക്ലാസ് റൂമിലൂടെ കേൾക്കുന്ന ആളുകൾക്കൊക്കെ പാടുള്ള ക്ലാസ്സാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാര് വിഷമിച്ച് ബുദ്ധിമുട്ടിയിട്ട് ഇവിടെ ഇരിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കാം, അതുകൊണ്ട് വിരോധം ഉണ്ടെന്ന് പറയല്ല. ഇരിക്കണമെങ്കിൽ ഇരിക്കാം, നിങ്ങൾക്ക് പോകണമെങ്കിൽ പോവാം എന്ന് പറയാൻ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നിസ്കാരത്തിനിടയിൽ തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയാമോ? നിസ്കാരത്തിനിടയിൽ തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയാം എന്ന് മാത്രമല്ല, പറയൽ സുന്നത്തും കൂടിയാണ്. നിസ്കാരത്തിന്റെ ഇടയിലാണെങ്കിൽ ശരി, തുമ്മിയാൽ അൽഹംദുലില്ലാ പറയല് സുന്നത്തുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാത്തിഹന്റെ ശേഷം ഇടയിലാവരുത്. അപ്പൊ ഫാത്തിഹന്റെ ഇടയിൽ തുമ്മിയാലോ അപ്പൊ അൽഹംദുലില്ലാ പറയണ്ട, ഫാത്തിഹ കഴിഞ്ഞ ശേഷം അൽഹംദുലില്ലാ എന്ന് പറയും. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ഫാത്തിഹന്റെ ഇടയിൽ നിസ്കാരത്തോട് ബന്ധപ്പെടാത്ത വല്ല ദിക്റുകളും പറഞ്ഞാൽ പിന്നെ അപ്പൊ ഫാത്തിഹ പിന്നെ മടക്കി ഓതണം, പിന്നെ ഒന്നുകൂടി അധികം ഓതണം. അതാ ഇദാ അതസ ഫീ സ്വലാത്തിഹി യുസ്തഹബ്ബു അൻ യഖൂല അൽഹംദുലില്ലാ, നിസ്കാരത്തിനിടയിൽ തുമ്മിയാൽ അൽഹംദുലില്ലാ പറയുന്നത് സുന്നത്താ. പിന്നെ വയുസ്മിഅ നഫ്സഹു, അവന്റെ സ്വന്തം നഫ്സിനെ കേൾപ്പിക്കണം സുന്നത്താ. വളരെ മനസ്സിൽ കരുതല്ല, അവൻ കേൾക്കുന്ന രീതിയിൽ തന്നെ. പിന്നെ പുറത്തൊരാളല്ല, അവൻ സ്വന്തം ശരീരം കേൾക്കുന്ന രീതിയിൽ അൽഹംദുലില്ലാ പറയൽ സുന്നത്തുണ്ട്. ഉസ്താദ് ഇരിക്കാനുള്ള നിബന്ധന അല്ല, ഉസ്താദെ ഇരിക്കാൻ ഒളു നിർബന്ധമാണോ? ഇല്ല, ഒളു നിർബന്ധമൊന്നുമില്ല. ഇരിക്കുമ്പോൾ ഒളു നിർബന്ധമില്ല, സുന്നത്തുണ്ട്. ഒളു നിർബന്ധമില്ല, സുന്നത്താണ്. മുജാഹിദ് പോലോത്തവർക്ക് മയ്യിത്ത് നിസ്കരിക്കാമോ? മുജാഹിദ് പോലോത്തവർക്ക് മയ്യിത്ത് നിസ്കരിക്കാമോ? നിസ്കരിക്കാമെന്ന് മാത്രമല്ല, അത് സുന്നിയായ മനുഷ്യന്റെ പേരിൽ മയ്യിത്ത് നിസ്കരിക്കാൻ എന്താ ഫർള് കിഫായല്ലേ? അതുപോലെ തന്നെയാണ് മുജാഹിദിന്റെ പേരിലും ഫാസിഖിന്റെ പേരിലൊക്കെ മയ്യിത്ത് നിസ്കരിക്കൽ ഫർള് കിഫായാണ്. ഒരാൾ മരിച്ചാൽ, ഒരു മഹല്ലിൽ ഒരാൾ മരിച്ചാൽ, മസലതാ, ഒരു മഹല്ലിൽ ഒരാൾ മരിച്ചു, അയാള് മുബ്തദി ആവട്ടെ, സുന്നി ആവട്ടെ, ഫാസിഖ് ആവട്ടെ, സ്വാലിഹ് ആവട്ടെ, മുസ്ലിമാണോ എങ്കിൽ അയാളുടെ മേൽ അയാളുടെ കാര്യത്തിൽ മറ്റു മുസ്ലിങ്ങൾക്ക് 4 കാര്യം നിർബന്ധമാണ്. എന്തൊക്കെയാ 4 കാര്യം? 1 കുളിപ്പിക്കുക, 2 കഫൻ ചെയ്യുക, 3 മയ്യിത്ത് നിസ്കരിക്കുക, 4 മറവ് ചെയ്യുക. ഈ കാര്യം നിർബന്ധം. എന്താ പറഞ്ഞത്? ഒരു മഹല്ലിൽ ഒരാൾ മരിച്ചു, ആ ആൾ ആരാണ്? അയാൾ ഒന്നുകിൽ മുബ്തദി ആയിരിക്കാം, അല്ലെങ്കിൽ സുന്നി ആയിരിക്കാം, അല്ലെങ്കിൽ സ്വാലിഹായ മനുഷ്യനായിരിക്കാം, അല്ലെങ്കിൽ ഫാസിഖായ തെമ്മാടിയായ ആളാവാം. അയാൾ മുസ്ലിമാണോ എങ്കിൽ മറ്റുള്ള മുസ്ലിങ്ങൾക്ക് നിർബന്ധമാണ് 4 കാര്യം. എന്താണ് 4 കാര്യം?
ഒന്ന് ആ മയ്യത്ത് കുളിപ്പിക്കുക, 2 കഫൻ ചെയ്യുക, 3 നിസ്കരിക്കുക, 4 മറവ് ചെയ്യുക. പിന്നെ വലതു കൈ മുഴുവനും പ്ലാസ്റ്റർ ഇട്ടത് കൊണ്ട് നിസ്കാരം വുളു ചെയ്യാൻ പറ്റുന്നില്ല, നിസ്കരിക്കാൻ വുളു ചെയ്യാൻ പറ്റുന്നില്ല. പ്ലാസ്റ്ററിന് മുകളിൽ തേമം ചെയ്താൽ മതിയോ? പഠിച്ചോനെ, പ്ലാസ്റ്ററിന് മേലിലും തേമം ചെയ്യാം, അങ്ങനത്തെ തേമല്ല. വലത് കൈയിൽ പ്ലാസ്റ്റർ ഇടത്തെ ഇടത് കൈയിൽ പ്ലാസ്റ്റർ ഇട്ടേ, അവിടെ എന്ത് വേണച്ചുണ്ടോ? അവിടെ ആ പ്ലാസ്റ്റർ അല്ലാത്ത എല്ലാ ഭാഗവും കഴുകണം. ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ മുങ്കൈ കഴുകുക, അല്ലെ? മുങ്കൈ കഴുകാൻ പറ്റുമെങ്കിൽ മുങ്കൈ കഴുകുക. വായിലുള്ള കുപ്പിയൊക്കെ സുന്നത്താണ്, മുങ്കൈ കഴുകലും സുന്നത്താണ്. മുഖം കഴുകുക. മുഖം കഴുകൽ കഴിഞ്ഞ ശേഷം വലച്ച കൈമിലാണ് പ്ലാസ്റ്റർ എന്ന് പറഞ്ഞല്ലേ, മുഖം കഴുകൽ കഴിഞ്ഞ ശേഷം പിന്നെ ആ ഒന്നുകിൽ തേമം ചെയ്യുക. മുഖം കഴുകൽ കഴിഞ്ഞ ശേഷം പിന്നെ തേമം ചെയ്യുക. എന്തിന് തേമം ചെയ്യുക? ആ പ്ലാസ്റ്റർ ഇട്ട കൈ ഉണ്ടല്ലോ, ആ കൈക്ക് വേണ്ടി പിന്നെ തേമം ചെയ്യുക. എവിടെ തേമം ചെയ്യേണ്ടത്? മണ്ണിലടിച്ചുകൊണ്ട് മുഖം തടവുക, പിന്നെ 2 കൈയും തടവുക. 2 കൈമ വലത്തെ കൈമ പ്ലാസ്റ്റർ അല്ലേ, ആ പ്ലാസ്റ്റർ ഇല്ലാത്ത ഭാഗം മണ്ണ് കൊണ്ട് തടവുക. പ്ലാസ്റ്ററിന്റെ മേലെ മണ്ണ് കൊണ്ട് തടവണ്ട. പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ വലത്തെ കൈയും ഇടത്തെ കൈയൊക്കെ പിന്നെ പ്ലാസ്റ്റർ ഇല്ലാത്ത ഭാഗമൊക്കെ കഴുകൽ കഴിഞ്ഞു, പിന്നെ തേമം ചെയ്ത് അല്ലേ, തേമം ചെയ്ത് പിന്നെന്ത് ചെയ്യണം? നീ ആ പ്ലാസ്റ്റർ ഇല്ലാത്ത ഭാഗമൊക്കെ കഴുകണം. പ്ലാസ്റ്ററിന്റെ മേലെ വെള്ളം നനച്ചുകൊണ്ട് തടവുകയും വേണം. അത് കഴിഞ്ഞ ശേഷം ഇടത്തെ കൈയും കഴുകൽ കഴിഞ്ഞ ശേഷം തല തടവുക, ചെവി തടവുക, കാല് കഴുകുക. ഇങ്ങനെയാണ്. മനസ്സിലായല്ലേ? ഈ ചോദ്യകർത്താവിന്റെ ചോദ്യത്തിലുള്ളത് വലത് കൈയുമിലാണ് പ്ലാസ്റ്റർ ഉള്ളത്. അപ്പൊ എന്ത് വേണം? ആ പ്ലാസ്റ്റർ ഇല്ലാത്ത എല്ലാ ഭാഗവും കഴുകൽ നിർബന്ധമാണ്. പ്ലാസ്റ്റർ ഇട്ട ആ അവയവത്തിന് വേണ്ടി തേമം ചെയ്യലും നിർബന്ധമാണ്. തേമം എവിടെ ചെയ്യേണ്ടത്? തേമം ചെയ്ത് ആ പ്ലാസ്റ്ററുടെ കൈമ മാത്രം മണ്ണുകൊണ്ട് തടവിയാൽ പോരാ. പിന്നെ തേമം എന്ന് പറയാൻ മുഖവും കൈയും തടവുന്നതിനാണ്, മണ്ണുകൊണ്ട് തടവുന്നതിനാണ് തേമം എന്ന് പറയുക. അപ്പൊ ഇദ്ദേഹം എന്ത് വേണം? മുങ്കൈന്റെ ഭാഗത്ത് പ്ലാസ്റ്റർ ഒന്നും ഇല്ലെങ്കിൽ മുങ്കൈ കൈ കഴുകണം, അത് സുന്നത്താണ്. പിന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കുക, അത് സുന്നത്താണ്. പിന്നെ മുഖം കഴുകുക, അത് നിർബന്ധമാണ് അല്ലേ? പിന്നെ മുഖം കഴുകുക. മുഖം കഴുകൽ കഴിഞ്ഞ ശേഷം ആണ് പിന്നിപ്പാളുടെ വലത്തെ കൈമലാണ് പാടുള്ള പ്ലാസ്റ്റർ ഉള്ളത്. ആ മുഖം കഴുകൽ ആ മുഖമൊക്കെ ശരിക്കും തുടക്കുക, കാരണം മുഖത്ത് വെള്ളം ഉണ്ടല്ലോ, നീ തേമം ചെയ്യേണ്ടതുണ്ട്. മുഖമൊക്കെ ശരിക്കും തുടക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? മുഖമൊക്കെ ശരിക്കും തുടച്ചതിന് ശേഷം തേമം ചെയ്യുക. മണ്ണിൽ അടിച്ചുകൊണ്ട് മുഖം തടവുക. പിന്നെ ഒരിക്കൽ കൂടി മണ്ണിൽ അടിച്ചുകൊണ്ട് പ്ലാസ്റ്റർ ഇല്ലാത്ത ഭാഗം വലത്തെ കൈയിന്റെ ഉണ്ടെങ്കിൽ അവിടെ തടവുക. പിന്നെ ഇടത്തെ കൈ മുഴുവനും മണ്ണ് കൊണ്ട് തടവുകയും ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇനി എന്തും വേണമെങ്കിൽ ഇനി പിന്നെ ആ കൈ കഴുകും വേണം. അപ്പൊ തേമം ചെയ്ത് കഴിഞ്ഞ് ഇനി കൈ കഴുകും വേണം. വലത്തെ കൈയിന്റെ പ്ലാസ്റ്റർ ഇല്ലാത്ത ഭാഗത്തൊക്കെ പിന്നെ വെള്ളം കൊണ്ട് കഴുകുക. ആ പ്ലാസ്റ്ററിന്റെ മേലെ പിന്നെ കഴുകേണ്ട പ്ലാസ്റ്റർ പിന്നെ കൈമ വെള്ളാക്കിയിട്ട് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ തടവുക ആ പ്ലാസ്റ്ററിന്റെ മേലെ. ഇടത്തെ കൈമ പിന്നെ ഒന്നുമില്ലല്ലോ, ഇടത്തെ കൈ മുഴുവൻ കഴുകുക. പിന്നെ തല തടവുക, ചെവി തടവുക, കാല് കഴുകുക. അതോട് കൂടി പൂർത്തിയായി. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ എൻഡോസ്കോപ്പി ചെയ്താൽ നോമ്പ് മുറിയുമോ? എൻഡോസ്കോപ്പി ചെയ്താൽ നോമ്പ് മുറിയും. എന്താ കാരണം? എൻഡോസ്കോപ്പി ചെയ്താലേ, എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞാൽ വയറ്റിന്റെ ഉള്ളിൽ എന്തോ ഇറക്കലല്ലേ അല്ലേ? വായൽ കൂടി അതിന് എൻഡോസ്കോപ്പി എന്ന് പറയാം. അബുസവാദ് അല്ലേ? അതെ. ഈ വായ അപ്പൊ തുറക്കപ്പെട്ട ദ്വാരാണ് വായ. തുറക്കപ്പെട്ട ദ്വാരത്തിൽ കൂടി തടിയുള്ള സാധനമാണ് ആ വയറ്. അതുകൊണ്ട് പ്രവേശിപ്പിക്കുകയാണ്. അത് ആ വായന്റെ ലാഹിറായ ഭാഗം പുറം ഭാഗണ്ടല്ലോ, അത് കണ്ട് വിട്ട് കാണാൻ അതിനെ നോമ്പ് മുറിഞ്ഞു. അതോടുകൂടി നോമ്പ് മുറിഞ്ഞു. പക്ഷെ അതേ ആ നോമ്പ് പിന്നെ മുറിക്കൽ പിന്നെ ജായിസാണ് അല്ലേ? നോമ്പ് മുറിക്കൽ ജായിസ്. കാരണം രോഗമാണ്. ആ രോഗത്തിനുള്ള ചികിത്സന്റെ ആവശ്യത്താണ് ആ നോമ്പ് മുറിക്കുന്നത്. അത് ജായിസ്. അതിന്റെ ആ നോമ്പ് മുറിച്ചതിന്റെ പേര് അവനെ കുറ്റക്കാരനല്ല, പക്ഷെ നോമ്പ് കളാ വിട്ടണം. അപ്പൊ നോമ്പ് മുറിച്ചതിന്റെ പേരിൽ അവൻ കുറ്റക്കാരനല്ല, പക്ഷെ നോമ്പ് കളാ വിട്ടണം. ഏതാണ്ട് ശരി. എൻഡോസ്കോപ്പിന് വേണ്ടി ചെയ്താലും നോമ്പ് മുറിയും. കാരണം അത് വായ എന്ന് പറയുന്നത് തുറക്കപ്പെട്ട ദ്വാരാണ്. ആ തുറക്കപ്പെട്ട ദ്വാരത്തിൽ കൂടി തടിയുള്ള സാധനമാണ് ഈ വയറ്. അത് കടത്തുകയാണ്. അപ്പൊ നോമ്പ് മുറിയും. കടം വാങ്ങിയവനും കൊടുത്തവനും ആ സംഖ്യയിൽ സക്കാത്ത് നിർബന്ധമാകുമോ?
കടം വാങ്ങിയ സക്കാത്തിന്റെ സംഖ്യ, സക്കാത്ത് കൊടുക്കാൻ മാത്രമുള്ള സംഖ്യ എന്ത് ചെയ്തു? ഒരാൾ കടം വാങ്ങി. എന്നിട്ട് അയാൾ ആ സംഖ്യ, കടം വാങ്ങിയ ആ സംഖ്യ അയാൾ ഒരു കൊല്ലം അയാളെ സൂക്ഷിച്ചു വെച്ചു. അത് മറ്റൊന്നിലേക്ക് ഇറക്കാതെ അത് സൂക്ഷിച്ചു വെച്ചു. എന്നാൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ ആര് സക്കാത്ത് കൊടുക്കണം? സക്കാത്ത് കൊടുക്കണം. മറ്റാൾക്ക് കിട്ടാനുള്ള സംഖ്യയാണ് അല്ലേ? കടം കൊടുത്ത ആൾക്ക് കിട്ടാനുള്ള സംഖ്യക്ക് സക്കാത്ത് ഉണ്ടല്ലോ, അയാളും സക്കാത്ത് കൊടുക്കണം. അതിനെ മസല. ഇനി സക്കാത്തിന് ഒഴിവാകാമായിരുന്നു എപ്പോ? ഇയാൾ ഒരു കൊല്ലം പൂർത്തിയാണതിന് മുമ്പായിട്ട് ഈ കടം കൂട്ടി നിൽക്കുക. ഇയാൾ മറ്റൊരാളിൽ ഒരു സംഖ്യ കടം വാങ്ങിക്കല്ലേ, 1 ലക്ഷം റുപ്യ ഒരാളിൽ കടം വാങ്ങിയതാണ്. അയാൾ ഈ 1 ലക്ഷം റുപ്യ കടം വാങ്ങിയ ശേഷം ആ സംഖ്യ മറ്റെന്തെങ്കിലും വിഷയത്തിലേക്ക് ചെലവഴിക്കാൻ ഇവിടെ സക്കാത്തില്ല. അപ്പൊ സക്കാത്ത് കൊടുക്കണ്ട. അതേസമയത്ത് ആള് മറ്റൊന്നിലേക്ക് ചെലവഴിക്കാതെ ആ കടം വാങ്ങിയ സംഖ്യ ഒരു കൊല്ലം ആൾ സൂക്ഷിച്ചു വെച്ചു. അപ്പൊ സക്കാത്തിന്റെ നിസാബ് തികഞ്ഞ സംഖ്യ ചെലവഴിക്കാതെ ഒരു കൊല്ലം സൂക്ഷിച്ചു വെച്ചു. അപ്പൊ സക്കാത്ത് നിർബന്ധമാണ്. അപ്പൊ അയാൾ സക്കാത്ത് കൊടുക്കണം. ഇനി അയാൾക്ക് സക്കാത്ത് ഒഴിവാക്കാമായിരുന്നു എപ്പോൾ? നാളെ ഒരു കൊല്ലം പൂർത്തിയാകും. അപ്പൊ ഇന്നെ വേഗം ഇയാൾ ആ പൈസ കടം മുട്ടിയാൽ മതിയായിരുന്നു. നാളെ സക്കാത്ത് കൊടുക്കേണ്ടിയിരുന്നില്ല. ഇപ്പൊ അയാൾ സക്കാത്ത് കൊടുക്കണം. എന്തിനെ പേരാണ് സക്കാത്ത് കൊടുക്കേണ്ടി വന്നത്? സക്കാത്തിന്റെ നിസാബ് തികയുന്ന സംഖ്യ അയാൾ കടം വാങ്ങി അത് വേറെ വിഷയത്തിൽ ചെലവഴിക്കാതെ 1 വർഷം സൂക്ഷിച്ചു വെച്ചു. അതിന്റെ പേര് അയാൾ സക്കാത്ത് കൊടുക്കണം. മറ്റാൾക്ക് കിട്ടാനുള്ള സംഖ്യയാണ്. കിട്ടാനുള്ള സംഖ്യ അയാളുടെ കസ്റ്റഡിയിലുള്ള ഉടമസ്ഥയുള്ള സംഖ്യ തന്നെയാണല്ലോ. അയാൾ സക്കാത്ത് കൊടുക്കണം. കിട്ടാനുള്ള സംഖ്യ ഉണ്ട്, കൊടുക്കാനുണ്ട്. കടം സക്കാത്തിനെ തടയൂലാണ്. കടം സക്കാത്തിനെ തടയുകയില്ല. അതായത് അപ്പൊ അതിന് പണി ചെയ്താൽ മതി. ഇയാളെ കയ്യിൽ പൈസ ഉണ്ട്, ഇയാൾക്ക് പൈസ ഉണ്ട്, അല്ല ഇയാളെ കയ്യിൽ പൈസ ഉണ്ട്. ആ കിട്ടാനുള്ളത് ഇയാൾക്ക് കിട്ടാനുള്ളതാണ്, അയാൾക്ക് കിട്ടാനുള്ളതാണ്. അപ്പൊ അതായത് അയാളുടെ ഉടമസ്ഥതയുള്ള സംഖ്യയാണ് മറ്റായിട്ടുള്ളത്. അപ്പൊ അതിന്റെ സക്കാത്ത് ഇയാൾ കൊടുക്കണം. പക്ഷെ എന്ത് ചെയ്താൽ മതി? കിട്ടിയതിന് ശേഷം കൊടുത്താൽ മതി. കിട്ടുന്നില്ല എങ്കിൽ കിട്ടിയതിന് ശേഷം ഒരിക്കലും കിട്ടൂല, കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല നിൽക്കുക. എന്നാൽ അങ്ങനത്തെ സ്വത്താണെങ്കിൽ കിട്ടിയതിന് ശേഷം കൊടുത്താൽ മതി. പക്ഷെ കിട്ടിയാൽ കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ കൊടുക്കുന്നു. പിന്നെ അഖീഖ അറുക്കാൻ നേർച്ചയാക്കി ഒരു പ്രയാസം കാരണം അറുക്കാൻ പറ്റിയില്ല. അങ്ങനെ 7 വയസ്സ് കഴിഞ്ഞു. ഇനി അറുത്താൽ മാത്രം മതിയോ? അറുത്താൽ മാത്രം മതിയോ? അറുത്താൽ മാത്രം മതിയോ? വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ നീർച്ചയാക്കിയത് നിർബന്ധമായി. അഖീഖർക്കൽ നിർബന്ധമല്ല, അഖീഖർക്കൽ സുന്നത്താ. പക്ഷെ നീർച്ചയാക്കിയാൽ പിന്നെ നിർബന്ധമായി. ഏതൊരു സുന്നത്തായ അമലും ചെയ്യാൻ നീർച്ചയാക്കിയ പിന്നെ നിർബന്ധമായി. അപ്പൊ അഖീഖർക്കൽ സുന്നത്താണ്. ഇയാളെന്ത് ചെയ്ത് അഖീഖ അറുക്കാൻ വേണ്ടി നീർച്ചയാക്കിയിരുന്നു. അപ്പോ നിർബന്ധമായി. അപ്പോ ചില പ്രയാസങ്ങൾ കാരണം കുട്ടിയെ മുടിയാളിക്കലിന്റെ അന്ന് അറുക്കാനൊന്നും പറ്റിയില്ല. ഇപ്പൊ ആ കുട്ടിക്ക് 7 വയസ്സായി. ഇനി എന്താ ചെയ്യുക? ഒരു പ്രശ്നം ഇപ്പൊ അർത്ഥം കൊടുത്താൽ മതി. ഇനി ഇപ്പോഴും സാധിച്ചില്ല എന്നൊക്കെ, എപ്പോഴാണ് സാധിക്കുന്നതെങ്കിൽ അപ്പം അർത്ഥം കൊടുത്താൽ മതി. പക്ഷെ അത്തുള്ള നിർബന്ധമാണ്. ഇനി കുട്ടിക്ക് പ്രായപൂർത്തി എത്തി നിൽക്കുക, എന്നാലും ശരി ഇയാളാണ് നീർച്ചയാക്കിയത്, ഇയാൾക്ക് അർത്ഥം കൊടുക്കാൻ നിർബന്ധമാണ്. ഈ നീർച്ചയാക്കിയാൽ അർക്കൽ നിർബന്ധമാണ്. പിന്നെ എന്റെ വൈഫിന് ആർത്തവം കഴിഞ്ഞു, കുളിച്ചതിന് ശേഷം വീണ്ടും ഹൈദ് രക്തം കാണുന്നു. പിന്നെ നിസ്കാരം മടക്കി നിസ്കരിക്കണോ? മടക്കി നിസ്കരിക്കണ്ട. അതിന് ഹൈദ് കാലത്ത് നഷ്ടപ്പെട്ട നിസ്കാരം മടക്കി നിസ്കരിക്കണ്ടല്ലേ? നിസ്കരിക്കാൻ പാടില്ല. അതാണ് ഏത് ആർത്തവഘട്ടത്തിലേ നിസ്കരിക്കാൻ പാടില്ല, ഖളാ കൂട്ടാനും പാടില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു പ്രത്യേകമായ ഒരു വിടുതിയാണ്. നോമ്പ് ഖളാ കൂട്ടണം. ഹൈദ് കാലത്ത് ആർത്തവ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ട നോമ്പ് ഖളാ കൂട്ടണം, നിസ്കാരം ഖളാ കൂട്ടണ്ട. എന്താ കാരണം? ഹൈദ് എന്ന് പറഞ്ഞാൽ എല്ലാ മാസം ഉണ്ടാകണതാണ്. നിസ്കാരമാണ് ഓരോ ദിവസവും 5 വക്ത്. അപ്പൊ നമ്മുടെ ഖളാ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്കുള്ള ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. അതേ സമയത്ത് റംസാനിൽ ഒരു കൊല്ലത്തിൽ ഒരിക്കലാണ് റംസാനിൽ. അപ്പൊ ഒരു മാസത്തിൽ ഒരു കൊല്ലത്തിൽ 6 or 7 ദിവസം ഹൈദ് ഉണ്ടാണെങ്കിൽ അടുത്ത റംസാന്റെ മുമ്പായിട്ട് അത് ഖളാ കൂട്ടിയാൽ മതിയല്ലോ.
അതുകൊണ്ട് ആർത്തവ കാലഘട്ടത്തിൽ ഖളാ ആയ നോമ്പ് ഖളാ കിട്ടണം, നിസ്കാരം ഖളാ കിട്ടണ്ട. അപ്പൊ കുറച്ച് ദിവസം പിന്നെ രക്തം കണ്ട്, പിന്നെ 1-2 ദിവസം രക്തം കണ്ടില്ല, പിന്നെ വീണ്ടും രക്തം കണ്ടു. എന്നാൽ ആ രക്തം കാണാത്ത ദിവസത്തെ നിസ്കാരം മടക്കി നിസ്കരിക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ വേണ്ട, അന്ന് മടക്കി നിസ്കരിക്കണം. ആ രക്തം കാണാത്ത ദിവസവും പിന്നെ ഹൈദ് ദിവസമായിട്ടാണ് പരിഗണിക്കപ്പെടുക. 15 ദിവസത്തിന്റെ ഇടയിൽ എപ്പം മടങ്ങി വന്നാലും ഒരു 6-7 ദിവസം ഒന്നിച്ച് രക്തം കണ്ടു, പിന്നെ 1-2 ദിവസം പിന്നെ രക്തം കണ്ടില്ല, വീണ്ടും രക്തം കണ്ടു. എന്നാൽ ആ രക്തം കാണാത്ത ദിവസവും ഹൈദാണ് എന്നാണ് പരിഗണിക്കപ്പെടുക. കാരണം 15 ദിവസത്തിന്റെ ഉള്ളിൽ ആയതുകൊണ്ട്. ഉളുഹിയ്യത്ത് അറുക്കാൻ ഒരാളെ വക്കാലത്താക്കി അയാൾ മറ്റൊരാളെ വക്കാലത്താക്കുമ്പോൾ ആ വക്കാലത്ത് സ്വീകരിച്ചവൻ അറുക്കുമ്പോൾ ഇങ്ങനെ നിയത്ത് ചെയ്താൽ ശരിയാകുമോ? എന്നെ വക്കാലത്ത് ആക്കിയവൻ ഉദ്ദേശിച്ച ആളെ തൊട്ട് ഞാൻ ഉളുഹിയ്യത്ത് അറുക്കുന്നു എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടതേ. ഒരാളെ വക്കാലത്താക്കിയാൽ പിന്നെ അയാൾ വേറൊരാളെ വക്കാലത്താക്കാൻ പാടില്ലാണ്. അൽ മുനാബുല യുനീബുന, പകരമാക്കപ്പെട്ടവൻ പിന്നെ വേറൊരാളെ പകരമാക്കാൻ പറ്റുകയില്ല എന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഒരു കാര്യം ചെയ്യാൻ ഒരാളെ വക്കാലത്താക്കി, അയാൾ പിന്നെ വേറൊരാളെ വക്കാലത്താക്കാൻ പാടില്ല, ആ വക്കാലത്ത് സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് ദീന്റെ പൊതു നിയമം. അങ്ങനെയാണ്. പിന്നെ അയാൾക്ക് വക്കാലത്താക്കാം, അയാൾ ഇയാളോട് പറയണം എനിക്ക് സാധിക്കൂല, അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഇന്ന വക്കാലത്താക്കി വിഷയത്തിൽ ഞാൻ ഒഴിയാണ്, എനിക്ക് ഒഴിയേണ്ടതുണ്ട്, പക്ഷെ ഇന്റെ അടുത്ത് ഇങ്ങനെ ഒരാളുണ്ട്, അയാളെ ഞാൻ ഏൽപ്പിക്കട്ടെ എന്ന് ഇയാളോട് ചോദിക്കാം. അതല്ലാതെ അയാൾക്ക് വക്കാലത്താക്കാൻ പറ്റുകയില്ല. അങ്ങനെ ആക്കുകയാണെങ്കിൽ എങ്ങനെ? ഈ ആദ്യം വക്കാലത്താക്കിയ ആളോട് ഇയാൾ പറഞ്ഞു എനിക്ക് സാധിക്കൂല, ഞാൻ പിന്മാറുകയാണ്, അതുകൊണ്ട് ഞാൻ വേറെ ആളെ വക്കാലത്താക്കട്ടെ എന്ന് ഇയാളോട് ചോദിച്ചു. അയാൾ സമ്മതം കൊടുക്കുകയും ചെയ്താൽ അയാൾക്ക് ഈ പറഞ്ഞതുപോലെ എന്നെ ഏൽപ്പിച്ച ആള് ആരെ തൊട്ടാണോ അറുക്കാൻ വേണ്ടിയാണ് എന്നെ ആളെ ഏൽപ്പിച്ചത്, അയാളെ തൊട്ട് ഞാൻ പിന്നെ അറുക്കുന്നു എന്ന് നിയന്ത്രിച്ചാൽ മതി. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരാൾ മറ്റൊരാളെ വക്കാലത്താക്കിയാൽ അയാൾ ഇയാളുടെ സമ്മതം കൂടാതെ വേറൊരാളെ വക്കാലത്താക്കാൻ പറ്റുകയില്ല, അത് സ്വീകരിക്കപ്പെടുകയില്ല. പിന്നെ 7 ചോദ്യം കൂടി ഉള്ളൂ. എന്താണ് സക്കാത്തിനെ പറ്റി ഒരു ചോദ്യം. എന്താണ് സക്കാത്തിനെ പറ്റി നിൽക്കാരം? എന്റെ വീട്ടിൽ കുറച്ച് സ്വർണം ഉണ്ട്, 2 വർഷം വരെ പണയത്തിലായിരുന്നു, അതിന് സക്കാത്തുണ്ടോ? അതിനൊക്കെ സക്കാത്തുണ്ട്. പണയത്തിൽ എന്ന് പറഞ്ഞാൽ അവന്റെ ഉടമസ്ഥ തന്നെയുള്ളോ? ആദ്യം മനസ്സിലാക്കേണ്ടത് എന്റെ വീട്ടിൽ കുറച്ച് സ്വർണം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന ആഭരണമാണെങ്കിൽ സക്കാത്തില്ല. ആഭരണം എത്രയാണെങ്കിലും ശരി അതിന് സക്കാത്തില്ല. ഒരാൾക്ക് ഒരു 200 പവൻ സ്വർണം ഉണ്ട് നിൽക്കുക, എന്ത് സ്വർണം? ആഭരണമായ സ്വർണമുണ്ട്. അത് ഈ 200 പവനും മാറി മാറി കെട്ടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് നിൽക്കുക, അതിനൊന്നും സക്കാത്തില്ല. ഒന്നിച്ച് കെട്ടണമെന്നില്ല. സാധാരണ വീട്ടിൽ വരെ നടക്കുമ്പോൾ കെട്ടാൻ വേണ്ടി ഒരു 20 പവനും, പിന്നെ കല്യാണത്തിന് പോകുമ്പോൾ കെട്ടാൻ വേണ്ടി ഒരു 50 പവനും, പിന്നെ അതിനെ മാറി മാറി കെട്ടാൻ വേണ്ടി വേറെ 50 പവനും, അങ്ങനെയൊക്കെ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഹലാലായ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ് എങ്കിൽ അതിനൊന്നും സക്കാത്തില്ല. ഹലാലായ ഉപയോഗത്തിനുള്ളതിന് സക്കാത്തില്ല എന്നും ഹറാമായതാണെങ്കിൽ സക്കാത്ത് ഉണ്ട് എന്നും. ഉദാഹരണം, പുരുഷന് സ്വർണം ഹറാമാണ്. പുരുഷൻ സ്വർണം ധരിക്കാൻ ഹറാമാണ്. ഒരു പുരുഷൻ എന്ത് ചെയ്ത് ഓൻക്ക് ധരിക്കാൻ വേണ്ടി പിന്നെ 85 ഗ്രാം സക്കാത്ത് ഉണ്ടാക്കി 85 ഗ്രാം ഉണ്ടോ? 85 ഗ്രാം വരുന്ന സ്വർണത്തിന്റെ ആഭരണം ഉണ്ടാക്കി ഒരു പുരുഷൻ. എന്നാൽ അത് ഉപയോഗിച്ചാൽ ഓൻ കുറ്റക്കാരാണ്, ഹറാമായ കുറ്റം ഓർക്ക് ഉണ്ട്, അതിന് പുറമെ സക്കാത്തും കൊടുക്കണം. കാരണം എന്താണ്? ഓൻക്കത് ഉപയോഗിക്കില്ല, ഹലാലല്ല, ഹറാമാണ്. ഓൻ സക്കാത്തും കൊടുക്കണം, ഉപയോഗിച്ചാൽ ഭർത്താവിന്റെ കുറ്റമുണ്ട്. സ്ത്രീ ആണല്ലോ, സ്ത്രീക്ക് സ്വർണ്ണ ആഭരണം ധരിക്കൽ ഹലാലാണ്, ഹറാമല്ല, ഹലാലാണ്. അപ്പൊ അവള് ഹലാലായ ആവശ്യത്തിന് വേണ്ടി എത്ര സ്വർണ്ണാഭരണം ഉണ്ടാക്കിയാലും അതിനൊന്നും സക്കാത്തും ഇല്ല. അത് എപ്പോഴും കെട്ടിക്കോളൊന്നുമില്ല. എവിടെയാണ് ഒന്നും സക്കാത്തില്ല. സ്ഥിരമായിട്ട് വെച്ചാലും സക്കാത്തില്ല. കാരണം അത് എന്തിനാണ് ഉണ്ടാക്കി വെച്ചിരുന്ന? ഉണ്ടാക്കിയത് സൂക്ഷിപ്പ് സ്വത്തായിട്ട് ഉണ്ടാക്കിയതാണ് സക്കാത്തുണ്ട്. അതേസമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത്, എങ്കിൽ സക്കാത്തില്ല. ആഭരണത്തിന്റെ മോഡൽ ഉണ്ടാക്കി പക്ഷെ ധരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല, അതൊരു സ്വത്ത് നിലക്ക് ഉണ്ടാക്കിയതാണ്, എന്നാൽ സക്കാത്തുണ്ട്. അതായത് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ സക്കാത്തില്ല, അതിന് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ശരി. ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്, എന്നാൽ സക്കാത്തില്ല. ഇനി അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ശരി. എന്നുവെച്ചാൽ അത് ഒരു പെട്ടി എടുത്ത് വെച്ചാൽ വേറെ എടുത്ത് വെച്ചാൽ ഒരിക്കലും ബോംബൊക്കെ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഉപയോഗിക്കൂല.
ഉണ്ടാക്കിയത് ഉപയോഗിക്കാൻ വേണ്ടിയാണോ എന്ന് സക്കാത്തില്ല. ഹലാലായ ഉപയോഗത്തിന് വേണ്ടിയാണോ സക്കാത്തില്ല? അതിനാണ് അത് സ്ത്രീകളാണെങ്കിൽ സക്കാത്തില്ല, പുരുഷന്മാർക്കാണെങ്കിൽ ഹറാമാണല്ലോ, അപ്പൊ സക്കാത്തും ഉണ്ട്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലേക്കും പറഞ്ഞു ചോദിച്ചതും കേട്ടതൊക്കെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ.